ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഇന്നലെ മുഴുവനും ഞാനൊരു 5 മണിക്കൂർ എടുത്ത് മില്ലറ്റ്സ് പാക്ക് ചെയ്യുമായിരുന്നു കേട്ടോ. വേറെ സംസ്ഥാനങ്ങളിൽ നമ്മൾ മില്ലറ്റ്സ് കൊണ്ടുവരുന്നുണ്ട്. 5 ടൈപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ആ ഒരു മില്ലറ്റ്സ് കൊണ്ടുവന്നിട്ട് 1 kg പാക്കറ്റ് നമ്മൾ ഇവിടുന്ന് ആക്കുവാണ് ചെയ്യുന്നത്. അത്രയും പ്രയോജനമുള്ളതാണ് മില്ലറ്റ്സ്. നിങ്ങൾ കഴിച്ചു തുടങ്ങിയില്ലെങ്കിൽ ഉറപ്പായിട്ടും കഴിക്കണം. അരിയോ ഗോതമ്പോ ഒന്നുമല്ല, ധാന്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ 1 കിലോ വിറ്റാമിൻ ആണ് വിൽക്കുന്നത്, 1 കിലോ ഹെൽത്ത് ആണ് വിൽക്കുന്നത് എന്ന് പറയാം. അത്രയും പ്രയോജനമുള്ള സാധനമാണ് മില്ലറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് പാക്കിംഗ് ആയിരുന്നു. ഏകദേശം 5 മണിക്കൂറൊക്കെ എടുത്തു കേട്ടോ. നമ്മൾ തന്നെ എല്ലാം പാക്ക് ചെയ്ത് ലേബൽ ചെയ്തിട്ട് അത് പിന്നെ നമ്മുടെ ഫേസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടി ഓയിൽ മസാജിന് വേണ്ടിയിട്ടും ഫേസിലും ബോഡിയിലും യൂസ് ചെയ്യാട്ടോ. അത് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് റെഡിയാക്കി അങ്ങനെ ഇന്നലെ മില്ലറ്റ്സും അതുപോലെ തന്നെ ബ്യൂട്ടി ഓയിലിന്റെ 2 പ്രിപ്പറേഷൻ ആയിട്ട് ഇന്നലത്തെ ദിവസം തീർന്നു കേട്ടോ. അത്രയും പ്രയോജനമുള്ളതാണ്. നിങ്ങൾ മില്ലറ്റ്സ് എന്തായാലും മേടിക്കണം. 5 ടൈപ്പ് ഏറ്റവും പ്രയോജനമുള്ള മില്ലറ്റ്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇതാണ് ആ 5 ടൈപ്പ് മില്ലറ്റ്സ് കേട്ടോ. അപ്പൊ ആവശ്യമുള്ളവർ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് പോരെ. എല്ലാവരും മേടിക്കുന്നുണ്ട്. ഒരു മാസം നമ്മൾ 150 കിലോയോളം ഇപ്പൊ വിൽക്കുന്നുണ്ട്. എല്ലാ മാസവും തന്നെ നമ്മൾ അങ്ങനെ എടുക്കുന്നുണ്ട്. അതാണ്. അപ്പൊ എല്ലാവരും ഗൂഗിൾ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് അതിന്റെ പ്രയോജനങ്ങളും കാര്യങ്ങളും ഒത്തിരി ഡോക്ടേഴ്സ് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്. അത്രയും പ്രയോജനമുള്ളതാണ്. നമുക്കിതൊരു 3 കിലോ പച്ചരിയായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് ദോശയ്ക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ രീതിയിലേക്ക് അളന്നെടുത്തിട്ട് റെഡിയാക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് കഞ്ഞിയായിട്ട് വെച്ചു കുടിക്കാം. കുറച്ച് ഗീ ഒക്കെ ചേർക്കുകയാണെങ്കിൽ, തേങ്ങാപ്പാലൊക്കെ ചേർക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അത്രയ്ക്ക് പ്രയോജനമുള്ളതാണ് ഹെൽത്തിന് വേണ്ടിയിട്ട്. പ്രോട്ടീൻ സമ്പുഷ്ടമാണ് നമ്മുടെ മില്ലറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആവശ്യമുള്ളവർ ഇതാണ് നമ്മുടെ 5 ടൈപ്പ് മില്ലറ്റ്സ് കേട്ടോ. അപ്പൊ ഞാൻ രാവിലെ അത്യാവശ്യം ഒരു ചായ ഒക്കെ കുടിച്ചു. ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കറിയൊന്നും കൂട്ടാതെ 2 ചപ്പാത്തി കഴിച്ചു. പിന്നെ ചായ കുടിച്ചു. എന്നിട്ട് പെട്ടെന്ന് പെറ്റ്സുകൾക്കൊക്കെ ഫുഡ് കൊടുത്തു അത്യാവശ്യമൊക്കെ. അങ്ങനെ ഇനി 2ാം ട്രിപ്പും 3ാം ട്രിപ്പും ഒക്കെ കൊടുക്കണം. അത് സമയം എടുക്കും. അങ്ങനെ എന്നിട്ട് വേഗം പാക്കിങ് ഞാൻ കുറെ ടേബിളിലേക്ക് കൊണ്ടുവച്ചു കേട്ടോ. അപ്പൊ ഞാൻ ഓർത്തു കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് നമുക്ക് പാക്കൊക്കെ ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാം. പിന്നെന്താ കൂട്ടുകാരെ വിശേഷം എന്ന് പറയാൻ, വാട്സപ്പില് കുറെ പേര് പല പല സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ അവർക്ക് റിപ്ലൈ കൊടുക്കും. പിന്നെ ഞാൻ ഓർക്കും അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. പിന്നെ അതിന് സമയം കിട്ടത്തില്ല. അങ്ങനെയാണ് എന്റെ കാര്യങ്ങളൊക്കെ. അപ്പം ഒരു കൊച്ചു ചോദിച്ച കാര്യം, അവള് പുറമേ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോ എപ്പോഴും വയറ് ഭയങ്കരമായിട്ട് വീർത്ത് നിൽക്കുന്നു. അപ്പൊ എന്ത് ഡ്രസ് ഇട്ടാലും വൃത്തിയില്ല. അങ്ങനെ വീട്ടിൽ നടക്കുമ്പോ ഒരു കുഴപ്പമില്ല. പക്ഷെ എവിടെയെങ്കിലും പോകാനായിട്ട് ഇറങ്ങുമ്പോ ഭയങ്കരമായിട്ട് വയറ് വീർത്തിരിക്കുന്നത്. അതിന് 2 കാരണം ഉണ്ടാവും. ഒന്നാമത് വീട്ടിൽ നടക്കുമ്പോൾ നമ്മൾ കുറെ ജോലി ചെയ്ത് നടക്കുക. പുറമേ പോകാനാണെങ്കിൽ നമ്മൾ വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പുറമേട്ട് പോകാൻ ഡ്രസ്സ് ചെയ്ത് ഇറങ്ങുക അല്ലെ. അങ്ങനെ വരുമ്പോൾ ഗ്യാസ് ഫോം ചെയ്യും. അതുകൊണ്ടാണ് വയറ് വീർത്തിരിക്കുന്നത്. ആക്ച്വലി അവർക്ക് അത്രയും വയറൊന്നും ഉണ്ടാവത്തില്ല. അങ്ങനെയാണ്, നമുക്കൊക്കെ അനുഭവം ഉണ്ട്. അപ്പൊ ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ വെച്ചാൽ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചാൽ വണ്ണം കുറയ്ക്കാനും പിന്നെ ചീത്ത കൊളസ്ട്രോൾ ഒക്കെ കുറയാനും പിന്നെ എന്താ പറയാ ഗ്യാസ് ഒന്നും ഇല്ലാതിരിക്കാനും ഒക്കെ, പിന്നെ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യാനും പിന്നെ ചെറുനാരങ്ങ ഒത്തിരി നല്ലതാണ്. അപ്പൊ ഞാൻ എപ്പോഴും രാവിലെ എണീറ്റ് ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ജോലിയായിട്ട് ചെയ്ത് നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാറുണ്ട്. ഉപ്പ് ഒന്നും ചേർക്കില്ല, പഞ്ചസാര ഒന്നും ചേർക്കില്ല. വെറുതെ ചൂടുവെള്ളത്തിലേക്ക് ചെറുനാരങ്ങ പിഴിയും. എന്നിട്ട് അങ്ങനെ കുടിക്കാറുണ്ട്. അപ്പൊ അത് ഒത്തിരി നല്ലതാണ്. അപ്പൊ നമുക്ക് അത്ര ഗ്യാസ് ഫോമിംഗ് ഒന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് ഇരുന്നോളും. പിന്നെ മിന്റ് ലീഫ് ഇട്ടിട്ട് പിന്നെ ബ്ലാക്ക് ടീ കുടിക്കുന്നെങ്കിൽ അതിന്റെ കൂടെ മിന്റ് ലീഫ് ഇടാം. അങ്ങനെ ഒരു കഷ്ണം ചുക്കൊക്കെ ഇട്ടിട്ട് എപ്പോഴും മസാല ചായ വെക്കുകയാണെങ്കിൽ, രാവിലെ ഞാൻ എപ്പോഴും മസാല ചായ വെക്കുന്നത്. അതിൽ ഞാൻ ഗ്രാമ്പു ഇടും, കറുവപ്പട്ടേന്റെ കുറച്ച് പൊടിച്ചു വെച്ചിട്ടുണ്ട്, ആ പൊടി ഇടും, ഏലക്കായ ഇടും. അങ്ങനെയൊക്കെ ഇടുന്നതുകൊണ്ട് പിന്നെ ഇഞ്ചി ചുക്ക് ഒരു കഷ്ണം ഇടും. അങ്ങനെയാണ്. ചുക്കിന്റെ പൊടി മേടിച്ചാൽ എന്തോ ഒരു ഡിസ്റ്റേസ്റ്റ് ആണ്. അപ്പൊ ചുക്ക് ആയിട്ട് ഇടുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പച്ച ഇഞ്ചി ആണെങ്കിൽ ഒരു കഷ്ണം ഇട്ടാൽ നല്ല. അങ്ങനെ മസാല ചായ. പിന്നെ മസാല ചായ ഇതല്ല, ആക്ച്വലി മസാല ചായയിലെ കുറെ ഘടകങ്ങളുണ്ട്. അങ്ങനെയാണ്. തുളസിയുടെ വിത്തും അങ്ങനെയൊക്കെ ചേർത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത്, പൊടിച്ചു വെക്കേണ്ടത്. അപ്പം എന്റെ ഇപ്പൊ ഉള്ള സംഗതികൾ ഇത്രയാണ്. അപ്പൊ അത് നമ്മൾ ഇടും. അങ്ങനെ കുടിക്കുന്നതുകൊണ്ട് അതും നമുക്ക് ഗ്യാസ് ഫോമിങ് കുറഞ്ഞു കിട്ടും. ഇതിന്റെ ഒക്കെ ഉപരിയായിട്ട് പിന്നെ ഞാൻ എവിടെയെങ്കിലും പോകാൻ നേരത്തെ ഈ പ്രശ്നം എനിക്കുണ്ട്. നമ്മൾ വയറിറച്ച് ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ വയറ് മത്തങ്ങ പോലെ വീർക്കും. ഓൾറെഡി നമുക്ക് വയറ് കുറവാണെങ്കിൽ പോലും ആ സമയത്ത് വയറ് വീർക്കും. അപ്പൊ നമ്മൾ ഇടുന്ന ഡ്രസ്സിന് ഒരു ഷേപ്പും ഇല്ലാതിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അയമോദകം എന്ന് പറഞ്ഞ അജ്വാൻ സീഡ് എന്ന് പറയുന്ന ആ അയമോദകം മേടിച്ചു നോക്കുവാണെങ്കിൽ, ഞാൻ എപ്പോഴും ഒരു 3-4 ഇട്ടം മേടിച്ചു നോക്കും. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോട്ടെ. അയമോദകം എന്ന് പറഞ്ഞ അങ്ങാടി കടകളിൽ കിട്ടും, അല്ലെങ്കിൽ ആയുർവേദ ഷോപ്പിൽ കിട്ടും. എവിടെയാണെങ്കിലും അത് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിന്റെ സെയിൽ ഇല്ല, ഞാൻ പറയുക. അയമോദകം ഇതിപ്പോ 40 ഗ്രാമിന് 40 രൂപയുള്ളൂ. ഓക്കെ. അപ്പം വളരെ കുറഞ്ഞല്ലേ വില. ഇതെന്ന് വെച്ചാൽ ഈ കാട്ടുജീരകം എന്ന് പറയുന്ന സാധനം എന്റെയൊക്കെ വീട്ടിൽ ഇഷ്ടം പോലെ ഇതുണ്ടായിരുന്നു കേട്ടോ. എന്റെ അപ്പച്ചനൊക്കെ ഇങ്ങനെ പണിയെടുത്ത് നടക്കുമ്പോൾ വയറെപ്പോഴും കമ്പിക്കാന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഗ്യാസ് കയറുമെന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇത് സ്റ്റോക്ക് വെച്ചിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിലുണ്ട് ഇത്. എന്നിട്ട് ഇഷ്ടം പോലെ ചെടിയുണ്ട്. ഒരു അപ്പൂപ്പൻ താടി പോലെ ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഇതിങ്ങനെ പറന്നുറന്ന് പോകും. അതിന്റെ അപ്പൂപ്പൻ താടി പോലെ. അപ്പൊ ഇഷ്ടം പോലെ വീണ്ടും മുളയ്ക്കും. അപ്പം ഇതിന്റെ അരി ശേഖരിച്ച് വെച്ചിരിക്കും. എന്നിട്ട് അമ്മയോട് പറയും, എടി കുറച്ച് കാട്ടുജീരകം അരിച്ചതാന്ന് പറയും. കാട്ടുജീരകം നമ്മൾ പറയുന്നത്
അപ്പൊ അത് ഈ ചെറു ചൂടുവെള്ളത്തിൽ അമ്മ അരച്ചിട്ട് ചെറു ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് കൊടുക്കും. അപ്പച്ചനത് ഒറ്റ വലിക്ക് കുടിക്കും. അപ്പൊ തന്നെ വയറിലെ ഗ്യാസും ആ ഡിസ്റ്റർബൻസും എല്ലാം മാറും. ഞാനിത് ചെറുപ്പം മുതൽ കാണുന്നതാണ് കേട്ടോ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ തീരും. പക്ഷെ നമുക്കത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ അരച്ചു കുടിക്കാനൊന്നും പറ്റത്തില്ല, ഭയങ്കര കാരവായിപ്പാ അങ്ങനെ. അപ്പൊ ഇത് ഞാൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുക്കും, അല്ലെങ്കിൽ അര ഗ്ലാസ് ചൂടുവെള്ളം, തിളച്ച വെള്ളം, അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ഇച്ചിരി അങ്ങ് ഇടും. ഇതിന് വേറെയും കുറെ ബെനിഫിറ്റ് ഉണ്ട്. നമ്മുടെ വണ്ണം കുറയാൻ, വയറ് കുറയാൻ കുറെ ബെനിഫിറ്റ് ഉണ്ട് ഈ കാട്ടുജീരകത്തിന്, അയമോദം എന്ന് പറയുന്ന സാധനത്തിന്. അപ്പൊ അത് നമുക്ക് ഗുണമാ അങ്ങനെ. പിന്നെ ഗ്യാസ് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എസ്പെഷ്യലി എവിടെയെങ്കിലും പോകുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ കുറേ നാളായിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഭയങ്കര ഉപകാരമാണ്. പിന്നെ ഈ അയമോദകവും പെരുംജീരകവും സാധാരണ ജീരകവും പിന്നെ ഗ്രാമ്പൂവും കൂടി തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കാം. എന്നിട്ട് പിറ്റേ ദിവസം ആ വെള്ളം തിളപ്പിക്കുക. നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചി ചുക്ക് ഒരു കഷ്ണം ഇടാം. എന്നിട്ട് അത് കുടിക്കുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് വണ്ണം കുറയും, പ്ലസ് വയറൊക്കെ കുറയും. അതൊരു പിന്നെ ആയുർവേദത്തിൽ പറയുന്ന ഒരു റെമഡിയാണ് കേട്ടോ. ഒരുപാട് കുടിക്കരുത്, ഷുഗറും ബി പി എല്ലാം താഴും. അങ്ങനെയുള്ള വളരെ കുറച്ച് മാത്രമേ കുടിക്കാവുള്ളൂ, വളരെ കുറച്ച് മാത്രം ഇട്ട് വെച്ചാൽ മതി. അങ്ങനെ ഒരു 1/4 ടീസ്പൂൺ വെച്ചൊക്കെ എല്ലാം കൂടി ഇട്ട് വെച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ തിളപ്പിക്കുക, ഒരു അര ഗ്ലാസ് അങ്ങനെ വറ്റിക്കുക. എന്നിട്ട് അത് കുടിക്കാനും നല്ലതാണ്. അതൊക്കെ പോട്ടെ, നമുക്ക് അയമോദകം ഇച്ചിരി ചവച്ചരിച്ച് കഴിക്കാൻ പറ്റില്ല, കാലകയ്പ. അപ്പൊ നമുക്ക് ഇച്ചിരി വെള്ളത്തിലിട്ട് ചേർക്കുവാണെങ്കിൽ കുടിച്ചിട്ട് പോവാണെങ്കിൽ ഈ പറഞ്ഞ ഗ്യാസ് ഫോമിങ് പ്രശ്നം തീരും. അപ്പൊ തന്നെ ഗ്യാസ് പറന്നു പോകും. അങ്ങനെയാണ്. അപ്പൊ അത് ഓർത്ത് വെച്ചോളൂ കേട്ടോ, അതൊരു കാര്യം. പിന്നെ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് വെച്ചാൽ നമുക്ക് പാക്ക് ചെയ്യണം. ആ കൂടെ നമ്മൾ പുതുതായിട്ട് കൊണ്ടുവന്ന കുറച്ച് പ്രൊഡക്റ്റുകൾ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മള് പിന്നെ നല്ല പിന്നെ പാഡ് വെച്ച് ബ്രസ്റ്റ് സൈസ് കുറവുള്ളവർക്കുള്ള പാഡ് വെച്ച ബ്രായും പിന്നെ ബ്രസ്റ്റ് ഒക്കെ ഉള്ളവർക്ക് ഇച്ചിരി റൗണ്ട് ഷേപ്പ് ഒക്കെ തോന്നാൻ, നല്ല ഫിറ്റ് ആയിട്ട് തോന്നാൻ, അങ്ങനെയുള്ള ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഫിഗർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രൈൻ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ പ്രീ ബുക്കിംഗ് എടുക്കുന്നുണ്ടെന്നൊക്കെ പറയാം. അപ്പൊ വാട്സപ്പ് ചെയ്യാനായിട്ട് ഒത്തിരി പ്രീ ബുക്കിംഗ് വന്നു. അങ്ങനെ അപ്പൊ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിച്ചിട്ടില്ല, അപ്പൊ ഞാൻ അതൊന്ന് നിങ്ങളെ കാണിച്ചു തരാം. എല്ലാവരും മേടിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ കൊണ്ടുവന്ന സ്റ്റോക്ക് ഇന്നത്തെയും കൊണ്ട് തീരും, അത്രയാണ്. പിന്നെ പുതിയ സ്റ്റോക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് റെഡിയാക്കി തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് 2 ടൈപ്പ് ഞാൻ കാണിച്ചു തരാം. പിന്നെ പുതിയതായിട്ട് ഞാൻ കൊണ്ടുവന്നേക്കണേ ഒരു ഇപ്പൊ ഈ വയറിന്റെ പ്രശ്നം പറഞ്ഞല്ലോ, ഗ്യാസ് ഫോമിങ്ങിന്റെ പ്രശ്നം പറഞ്ഞല്ലോ. അപ്പൊ നമ്മളിപ്പോ ഡ്രസ്സൊക്കെ ചെയ്ത് ഇടുമ്പോൾ നമുക്ക് പാന്റീസ്, കോട്ടന്റെ പാന്റീസ് ആണ് എപ്പോഴും നമുക്ക് പുറമെ പോകുമ്പോൾ ഇടാൻ നല്ലത്. ചൂടെടുക്കൂലേ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ തൊടയൊക്കെ ഒരഞ്ഞൊക്കെ പൊട്ടും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കോട്ടൺ ആണ് എപ്പോഴും നല്ലത്. വെച്ചാൽ ഈ വേർപ്പൊക്കെ അബ്സോർവ് ചെയ്യുന്ന തുണി എപ്പോഴും കോട്ടൺ അല്ല. അറ്റ്ലീസ്റ്റ് അണ്ടർ ക്ലോത്ത് എപ്പോഴും കോട്ടൺ ആയിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്, പാന്റീസ് ഒക്കെ എസ്പെഷ്യലി അങ്ങനെ. അപ്പം ഈ ഒരു പ്യൂർ കോട്ടന്റെ 100% കോട്ടന്റെ എന്നാൽ ഇവിടെ ഇങ്ങനെ ഒരു അലാസ്റ്റിക് കൂടിയുള്ള സപ്പോർട്ട്, അപ്പൊ നമ്മുടെ വയറ് കുറച്ചങ്ങ് ഒതുങ്ങി നിന്നോളും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒരു ബോഡി ഷേപ്പ് ഒക്കെ ഫീൽ ചെയ്യും. നമ്മൾ പുറമെ പോകുമ്പോൾ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ വീട്ടിൽ കൂടെ അതിന്റെ ആവശ്യമില്ല ഇട്ടുകൊണ്ട് നടക്കാൻ. അപ്പൊ അതും കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതെല്ലാവരും മേടിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതിന്റെ ലാർജും എക്സലും ആണ് ഇപ്പൊ എന്റെ സ്റ്റോക്ക് ഉള്ളത്. പിന്നെ അതും അധികം ഇല്ല, ഞാൻ പക്ഷെ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എല്ലാ സൈസ് മീഡിയവും സ്മോൾ വേണ്ടല്ലോ, മീഡിയവും ലാർജും എക്സലും ഡബിൾ എക്സലും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് കൊണ്ടുവരും. ഇപ്പൊ ലാർജും എക്സലും എന്റെ അടുത്തുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് നീല കളറ്, കറുപ്പ്, എല്ലാ കളർഫുൾ ആയിട്ടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ മഞ്ഞ കാണിച്ചു തരാം. ഇതേതാ സൈസ്? ഇത് ലാർജ് സൈസ് ആണേ, അതായത് 85 സെന്റിമീറ്റർ. ഇതിപ്പം ലാർജ് സൈസ് ആണ്, 85 സെന്റിമീറ്റർ. 85 നമുക്കൊരു നോർമലി എല്ലാവർക്കും 85-90 ആ സൈസല്ലേ നമ്മൾ പാന്റീസ് ഒക്കെ ഇടുന്നത്. അപ്പൊ ഇത് കണ്ടു കൂട്ടുകാരെ, ഇത് 100% പ്യൂർ കോട്ടൺ ആണ് പാന്റീസ്. പിന്നെ മുകളിലേക്കുള്ളത് അലാസ്റ്റിക്. ഈ അലാസ്റ്റിക് കണ്ടോ, നല്ല വീതിയിൽ, ഇത്രയും വീതി. അപ്പൊ ഇതിങ്ങനെ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ പിന്നെ നന്നായിട്ട് നമ്മുടെ വയർ കുറച്ചും കൂടി ഒന്ന് ചവിട്ടി ഒതുങ്ങി കിട്ടും. ഞാൻ പുറമേ പോകുമ്പോൾ ഇതാ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു പ്രാവശ്യം, ഇന്ന് സമയമില്ല, ഞാൻ ഇതിന്റെ ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഈ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു പാന്റീസ് ഇട്ടിട്ട് ഇടുവാണെങ്കിൽ കുറേയും കൂടി വയർ ഒതുങ്ങിയിരുന്നുള്ളൂ. അങ്ങനെയാണ് പുറമേ പോകുമ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഷേപ്പിനുള്ളതൊന്നല്ല, പക്ഷെ വയറിന് നല്ല ഷേപ്പിനുള്ളത്, അല്ലാതെ ഇങ്ങനെ പാട് വെച്ച് അങ്ങനത്തെ ഒന്നല്ല, അങ്ങനെ ഷേപ്പിനുള്ളതല്ല. പക്ഷെ ഇതിങ്ങനെ വയറ് കുറച്ചും കൂടി ഒതുങ്ങി കിട്ടും, അതിന് വേണ്ടിയിട്ടുള്ള. അപ്പൊ ഇത് സൈസ് കുറെ എക്സലും ഉണ്ട്, ലാർജും ഉണ്ട്. നമുക്ക് ലാർജ് മതിയായിരിക്കും. ഭയങ്കര വണ്ണമുള്ളവർക്ക്, ഇപ്പൊ എനിക്കൊക്കെ ലാർജ് ആണ്, അപ്പൊ എന്റെ ഒക്കെ വണ്ണമുള്ളവർക്ക് ലാർജ്. പിന്നെ ഇച്ചിരൂടെ വണ്ണം കൂടുതലുള്ളവർക്ക്, ഇച്ചിരൂടെ സൈസ് കൂടുതലുള്ളവർ വണ്ണമുള്ളവർക്ക് എക്സൽ മേടിച്ചോളൂ. ഇനി ഡബിൾ എക്സൽ ഒക്കെ ഞാൻ കൊണ്ടുവരാം. അപ്പൊ ഇത് നമ്മുടെ ഒരു പുതിയ പ്രൊഡക്റ്റ്, ഭയങ്കര യൂസ്ഫുൾ ആണ്. ഒന്നാമത് പ്യൂർ കോട്ടൺ ആണ്, പിന്നെ വയറ് നന്നായിട്ട് ഒതുങ്ങും. ഇപ്പൊ സാരി ഉടുത്താലും, എന്ത് ജീൻസ് ടോപ്പ് ഇട്ടാലും, എന്ത് ഡ്രസ് ഇട്ടാലും നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വയറ് മത്തങ്ങ പോലെ മുന്നോട്ട് നിൽക്കുന്നു എന്നല്ലേ. അപ്പൊ അത് കുറയാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഭയങ്കര യൂസ്ഫുൾ ആയതുകൊണ്ടാണ് കൊണ്ടുവന്നത്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാനിത് സെയിലിന് കൊണ്ടുവന്നേക്കണേ കേട്ടോ. അപ്പൊ ആവശ്യമുള്ളവർ ഇത് ഓർഡർ തന്നോളൂ കേട്ടോ. പ്രീ ബുക്കിംഗ് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ.
ഇനി നമ്മൾ 2 ടൈപ്പ് ബ്രാ കൊണ്ടുപോകുന്നു പറഞ്ഞല്ലോ. ഒന്ന്, ഒട്ടും ബ്രസ്റ്റ് സൈസ് ഇല്ലാത്തവർക്ക് നല്ല പാട് വെച്ച ഹെവി പാട് വെച്ച ബ്രായാണ് കൊണ്ടുവന്നേക്കണേ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തീരെ ബ്രസ്റ്റ് സൈസ് ഇല്ലാത്തവർക്കുള്ളതാണ്. നല്ല പാടഡ് ബ്രായാണ്, അടിപൊളിയാണ് കൂട്ടുകാരെ. ഇങ്ങനെയല്ലേ ഞാൻ ഇതെന്ന് വെച്ചാൽ തീരെ ബ്രസ്റ്റ് സൈസ് കുറവുള്ളവർക്ക് നല്ല പാട് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി പാട് വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള പിന്നെ ബ്രായാണ് കൊണ്ടുവന്നേക്കണം. അതിന്റെ ഈ വള്ളിയും അതിന്റെ കൊളുത്തും ഒക്കെ അടിപൊളിയാണ്. 3 ലെയർ കൊളുത്തുണ്ട്. അപ്പൊ 3 സൈസ് നമുക്ക് ടൈറ്റോ മീഡിയം ടൈറ്റോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ഇടാൻ പറ്റും. പിന്നെ അതിന്റെ കൊളുത്ത് കണ്ടോ, മിക്കവരുടെയും ബ്രാ മേടിക്കുമ്പോൾ അതിന്റെ കൊളുത്ത് ഏറ്റവും പ്രശ്നമായിരിക്കും. അപ്പൊ അത് നോക്കുമ്പോൾ ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കൊളുത്താണ്. പിന്നെ അതിന്റെ വള്ളി പിന്നെ ഇതാ നല്ല. അപ്പൊ ഇത് തീരെ ബ്രസ്റ്റ് സൈസ് കുറവുള്ളവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കാണ്. ഇതിന്റെ 32, 34, 36, 38 വരെയുള്ള സൈസ് ഉണ്ട്. 40 ഞാൻ ഉടനെ കൊണ്ടുവരാം. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു പാഡഡ് ബ്രാ ആയിട്ട്. അത് ആവശ്യമുള്ളവർ മേടിച്ചോളൂ. ഇത് ഒത്തിരി ഓർഡർ വന്നിട്ടുണ്ട്. ഞാൻ കൊണ്ടുവന്ന എല്ലാം ഇന്നും നാളെ ആയിട്ട് തീരും. അത്രയുള്ള സ്റ്റോക്ക് എന്റെ അടുത്ത് ഇപ്പോൾ ഉള്ളു. അത്ര ഓർഡർ വന്നിട്ടുണ്ട്. ഞാൻ വാട്സാപ്പിൽ പറഞ്ഞപ്പോൾ തന്നെ. അങ്ങനെയാണ് ഇത് ബ്രസ്റ്റ് സൈസ് കുറവുള്ളവർക്ക്. ഇതിന് ഞാൻ ഇട്ടേക്കുന്നത് എന്താ, കാറ്റലോഗിൽ ഇട്ടേക്കുന്നത് ഫിഗർ ബ്രാ അങ്ങനെ എന്തോ ഒരു പേരിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഇനി റൗണ്ട് ഷേപ്പിൽ ഇനി ബ്രസ്റ്റ് സൈസ് ഒക്കെ ഉള്ളവർക്ക്, ഇനി ബ്രസ്റ്റ് സൈസ് ഒക്കെ നന്നായിട്ടുള്ളവര് പക്ഷേ അവരുടെ ബ്രസ്റ്റ് എക്സസൈസ് ഒന്നും ചെയ്യാതെ അല്ലെങ്കിൽ ഒത്തിരി ഫാറ്റ് കൂടിയിട്ട് പിന്നെ സഡൻലി ഫാറ്റ് കുറയുമ്പോൾ ഹാങ് ആയി പോകാം. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ഹാങ് ആയി പോകാം. ഡെലിവറി കഴിഞ്ഞവർക്ക് ആ സമയത്ത് ഭയങ്കരമായിട്ട് നമുക്ക് പാലൊക്കെ നിറയുമ്പോൾ കുറച്ച് ഹാങ് ആയി പോകാം. അങ്ങനെ കുറെ പ്രശ്നമുള്ളവർക്ക് റൗണ്ട് ഷേപ്പിൽ, അപ്പൊ അവരുടെ ബ്രസ്റ്റ് നല്ല റൗണ്ട് ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടൊന്നുമല്ല പക്ഷെ ഒരു സപ്പോർട്ട്, അതായത് ഇത് പുഷപ്പ് ബ്രായാണ്. അങ്ങനെ പിന്നെ ഇത് എന്താ വേർപ്പ് അബ്സോർവ് ചെയ്യും, നോൺ ടോക്സിക് ആണ്. പിന്നെ കുറച്ച് ഒരു 10 mm പുഷപ്പ് ചെയ്യുന്ന ടൈപ്പ് ബ്രായാണ് ഇത്. അങ്ങനെയാണ് ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടത്. എക്സസൈസ് ചെയ്യാന്നുള്ളതും കൊളാജൻ കിട്ടണ, ശരീരത്തിന് കൊളാജൻ കിട്ടുന്ന ഫുഡ് കഴിക്കാന്നുള്ളതുമാണ്. നമുക്ക് നമ്മുടെ ബ്രസ്റ്റ് സൈസ് ഒക്കെ പഴയ രീതിയിലേക്ക് ഒരു 95% നമുക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഹാങ് ആയി പോയ ബ്രസ്റ്റ് തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ അതിനായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള എക്സസൈസുകളും അടങ്ങിയ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആകും. അതൊക്കെ അതാണ് ഏറ്റവും ബെസ്റ്റ്. നമുക്ക് 100% കോൺഫിഡൻസ് കിട്ടുന്നത് നമുക്ക് ഓൺ ബോഡി ഫിറ്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണല്ലോ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വയറ് കുറയ്ക്കാനുള്ള എക്സസൈസും ബോഡി ഫിറ്റ് ആനുള്ള എക്സസൈസും ഒക്കെ ചെയ്യുക. കൊളാജൻ അടങ്ങിയ ഭക്ഷണമൊക്കെ കഴിക്കുക. കൊളാജൻ കിട്ടുന്ന അങ്ങനെ വൈറ്റമിൻ ഡി ഒക്കെ കിട്ടുന്ന ഭക്ഷണം, ഹെൽത്തിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പോ അങ്ങനെയൊന്നും അല്ലാത്തവർക്ക്, ഇപ്പം അതിനൊന്നും അവസരം കിട്ടിയില്ല, ഇപ്പൊ ഈ സ്ഥിതി ആയി, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയൊരു, ഇത് പാഡഡ് അല്ല കേട്ടോ, ഒരു സപ്പോർട്ട്, പക്ഷെ നല്ല ഫിറ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് റൗണ്ട് ഷേപ്പിലായി ഇരുന്നോളും. അങ്ങനെയുള്ളൊരു ബ്രായും. അപ്പൊ 2 ബ്രായും ഈ പിന്നെ പാൻറ്റീസും ആണ് ഞാൻ കൊണ്ടുവന്നേക്കണേ. അതായത് ബ്രസ്റ്റ് സൈസ് തീരെ കുറവുള്ളവർക്കുള്ള പാഡഡ് ബ്രായും പിന്നെ റൗണ്ട് ഷേപ്പ് നല്ല ഫിഗർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതും പിന്നെ നമ്മുടെ പാൻറ്റീസ് ഒക്കെ അടിപൊളിയാണ്. മേടിച്ചോളൂ. ഈ 3 പ്രോഡക്റ്റ് ആണ് ഏറ്റവും പുതിയതായിട്ട് ഞാൻ കൊണ്ടുവന്നേക്കണേ. അപ്പൊ അത് ആവശ്യമുള്ളതും കൂടി മേടിച്ചോളൂ. പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കാത്ത കുറേ പ്രൊഡക്റ്റുകൾ നമ്മളിവിടെ സെയിലിന് കൊണ്ടുവച്ചിട്ടുണ്ട്. എല്ലാം ആ സ്റ്റോക്ക് റൂമിലും മുകളിലത്തെ സ്റ്റോക്ക് റൂമിലൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. ഒത്തിരി സാരിയും ഡ്രസ്സൊക്കെ അത് ഞാൻ സമയം പോലെ ഇടാം. സമയത്തിന്റെ പ്രശ്നമാണെങ്കിൽ രാവിലെ മുതൽ ഒത്തിരി ജോലികളും കാര്യങ്ങളും. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം തീർന്ന് ഞാൻ ആദ്യം കാണിച്ചല്ലോ, അതേപോലെ ഇങ്ങനെ ഓരോ ദിവസവും ഉണ്ടാവും നമുക്ക് കുറെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാനും. പിന്നെ എല്ലാം കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് പെറ്റ്സിനൊക്കെ ഫുഡ് കൊടുത്ത് നമ്മുടേതായ എക്സസൈസിന് തന്നെ എനിക്ക് 1 മണിക്കൂർ വേണം. അപ്പൊ അങ്ങനെ പിന്നെ ഫിഗർ റോബിക് എക്സസൈസ് ഞാൻ ചെയ്യുന്നത് 1 മണിക്കൂർ അതങ്ങനെ. അപ്പൊ അങ്ങനെ ആ ഒരു സമയം പോകും. അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് പുതിയ പ്രൊഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത്. എന്നാലും ഞാൻ പതുക്കെ ഓരോന്നിരുന്ന് ഇടും. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ശരി, എന്നാൽ ഇന്ന് നമുക്ക് വേഗം പാക്കിങ് തുടങ്ങാം. ഇതൊക്കെ ഞാൻ എടുത്തു വെക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇന്നത്തെ കുറെ പ്രൊഡക്റ്റുകൾ നമുക്ക് പാക്ക് ചെയ്യാം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. കുറെ ഞാൻ ഓൾറെഡി അവിടെ ചെറിയ പ്രൊഡക്റ്റുകൾ കുറെ പാക്ക് ചെയ്ത് വെച്ചു. ആ റൂമില് വലിയതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പാക്ക് ചെയ്യാന്ന് ഓർത്ത് കുറെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ട് ആ കൂടെ നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് നോക്കാം. കസ്തൂരി മഞ്ഞൾ എല്ലാവരും മേടിക്കുന്നുണ്ട്. നമുക്കിനി അധികം സ്റ്റോക്ക് ഇല്ല, ആവശ്യമുള്ളവർ മേടിച്ചോളൂ കേട്ടോ. പിന്നെ മരത്തവി. ഈ മരത്തവി എന്നോട് എല്ലാവരും റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 1-2 പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 50 എണ്ണം ഒക്കെ വേണമെന്ന്. ഇത് കണ്ടോ, അങ്ങനെ നമ്മൾ ഈ ചിരട്ടയുടെ ആണി വെച്ചിട്ട് ഇവിടെ ഒരു ആണി വെച്ചിട്ട് കൊടുക്കുന്ന 2 സെക്ഷൻ അങ്ങനെയല്ല. ഇത് ഒറ്റ മരത്തടിയെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ യോജിപ്പിച്ച് അങ്ങനെ തന്നെ ഉണ്ടാക്കിയേക്കണേ, അതേ തന്നെ മേക്ക് ചെയ്തേക്കണേ. അതുകൊണ്ട് ഒത്തിരി നല്ലതാണ്. അപ്പൊ ഇതെല്ലാം എല്ലാവരും മേടിക്കുന്നുണ്ട്. പിന്നെ ലിബാം ഉണ്ട്. പിന്നെ മുടിയിലിടുന്നതാ ഈ ബക്കിൾ പോലത്തെ സാധനം. ഇത് അടിപൊളിയാണ് കേട്ടോ. ഒരു മുത്ത് കൊടുത്തിട്ടുണ്ട്, ബ്ലാക്ക് മുത്ത്. അതുകൊണ്ട് നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇത് മേടിച്ചിട്ടുണ്ട്. പിന്നെ ദോശക്കല്ലേല്
ദോശക്കല്ലിൽ എണ്ണ തേക്കുന്ന സാധനം ചകിരിയാണ്, ഒറിജിനൽ തേങ്ങയുടെ ചകിരി കൊണ്ട് ഉണ്ടാക്കിയേക്കണേ, ഒരു തടിയും കൂടിയാണ്. അപ്പൊ നല്ല സേഫ് ആണ്, നല്ലതാണ്. പിന്നെ ദാ ടേബിളൊക്കെ തുടയ്ക്കുന്ന ഗ്ലൗസ് പോലത്തെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടില്ലേ നിങ്ങളെ, അത്. പിന്നെ ദാ ഇത് നമ്മുടെ ക്ലീനിങ്ങിന്റെ റോളാണ് കേട്ടോ, കിച്ചൺ ക്ലീനിങ്ങിന്റെ മൈക്രോ ഫൈബർ ആണ്. റീയൂസ് ചെയ്യാം. ഒരേ പീസ് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് 2 ലെന്ത് മുറിച്ചെടുക്കുക, കുറേ ഉണ്ട്. മുറിച്ചെടുത്തിട്ട് നമുക്ക് ടേബിളൊക്കെ തുടയ്ക്കാം, കിച്ചണിലൊക്കെ പിന്നെ ആ ഒരു കൗണ്ടർ ടോപ്പും എല്ലാം എന്ത് നമുക്ക് തുടയ്ക്കാം, പാത്രങ്ങളൊക്കെ തുടയ്ക്കാം, ഗ്ലാസ് ഒക്കെ തുടച്ചു വെക്കാം. എന്നിട്ട് ഇത് വാഷ് ചെയ്ത് ഉണങ്ങി അപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തെ ഉണങ്ങി കിട്ടും. അങ്ങനെ ഭയങ്കര കനം കുറഞ്ഞാൽ പക്ഷെ റീയൂസ് ചെയ്യുക, ഒരു 20 പ്രാവശ്യമൊക്കെ വരുമ്പോൾ തന്നെ യൂസ് ചെയ്യുക. എന്നിട്ട് ഇത് കളഞ്ഞാൽ മതി, അടുത്ത ഒരു പീസ് മുറിച്ചെടുക്കുക. അങ്ങനെ അതുകൊണ്ട് ഇതെല്ലാവരും മേടിക്കുന്നുണ്ട്. പിന്നെ ഇത് പുറം തേക്കുന്ന നമ്മുടെ ബാക്ക് സൈഡൊക്കെ തേക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രിസ്റ്റിലാണ്. അങ്ങനെ ഇവിടെ മുതൽ താഴെ വരെ നമുക്ക് എത്തുകയും ചെയ്യും. ശരിക്കും ഇതൊക്കെ മേടിക്കണം, എല്ലാവരും മേടിക്കുന്നുണ്ട്. ഇത് സാധാരണ നമ്മൾ കുളിക്കുമ്പോൾ നമുക്ക് പുറമൊന്നും നമുക്ക് കൈ കൊണ്ട് ചിലപ്പോൾ അങ്ങനെ എത്തിക്കൊള്ളുന്നില്ലല്ലോ വൃത്തിക്ക്. അപ്പൊ എന്ത് ചെയ്യും, അവിടെ ഇങ്ങനെ പൊടിയൊക്കെ അടിഞ്ഞ് വേർപ്പൊക്കെ അടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പുറത്ത് മുഴുവൻ കുരു വരാൻ തുടങ്ങും. അപ്പൊ നമ്മൾ സാരി എടുക്കുമ്പോഴും അല്ലെങ്കിൽ കഴുത്തിറക്കമുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഭയങ്കര വൃത്തിയായിരിക്കും. കഴുത്തിന്റെ പുറകിലേക്ക് മൂക്കുരു വരും പോലെ നിറച്ച് ചൂടുകുരു പൊങ്ങിയിരിക്കുന്ന കാണാൻ മേലെ. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാണെങ്കിൽ നന്നായിട്ട് തേച്ച് കുളിക്കണം. അതിന് നമുക്ക് പുറത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ബാക്ക് സൈഡിലൊക്കെ ഇങ്ങനെ തേക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ സാധനം. എല്ലാവരും ഇവിടെ മുതൽ ഇങ്ങനെ മൊത്തം താഴെ വരെ നമുക്ക് തേച്ച് കുളിക്കുകയും ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എല്ലാവരും മേടിക്കുന്നുണ്ട്. 202 പാക്കറ്റ് ആയിരുന്നേ കസ്തൂരി മഞ്ഞൾ. പിന്നെ അതാ നല്ലൊരു മൈക്രോ ഫൈബറും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഞാൻ വേഗം പാക്ക് ചെയ്തിട്ട് കേട്ടോ. വാട്സപ്പിൽ എപ്പോഴും രാവിലെ എനിക്ക് ഒത്തിരി മെസ്സേജ് വരും കേട്ടോ. ചേച്ചി എന്തുണ്ട് വിശേഷം, എങ്ങനെ പോകുന്നു, തണുപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. മഞ്ഞ് വലിയ കാര്യമായിട്ട് തുടങ്ങിയിട്ടില്ല, പക്ഷെ നല്ല തണുപ്പാണ് ഇവിടെ കേട്ടോ. പിന്നെ ഞങ്ങള് ഇതിപ്പോ നവംബർ ലാസ്റ്റ് ആവാനായില്ലേ, ഡിസംബർ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്കൊരു നല്ലൊരു കൂട്ടുകാരിയുണ്ട് കേട്ടോ. പിന്നെ അഞ്ചു എന്നാണ് പേര്, ആലപ്പുഴയാണ് കേട്ടോ. അവർക്ക് ഹൗസ് ബോട്ട് അങ്ങനത്തെ കുറെ ബിസിനസ് അങ്ങനത്തെയൊക്കെയാണ്. ഭയങ്കര പണക്കാരി കേട്ടോ, ഭയങ്കര റിച്ച് കൂട്ടുകാരിയാണ് കേട്ടോ. എനിക്ക് കുറേ നമ്മള് സാധാരണക്കാരെ പോലെ ഉള്ളതുകൊണ്ട് നമ്മളെ പോലെയുള്ളവരുണ്ട്. പിന്നെ തീരെ പാവപ്പെട്ട കുറച്ച് കൂട്ടുകാരികളുണ്ട്. പിന്നെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള കുറെ പേരുണ്ട്. അങ്ങനെ എല്ലാ തരം കൂട്ടുകാരികളും നമുക്കുണ്ട് കേട്ടോ. അങ്ങനെയാണ്. അപ്പം ഇവള് ഭയങ്കര റിച്ച് കൂട്ടുകാരിയായിട്ടോ. അങ്ങനെ പക്ഷെ ഭയങ്കര നല്ല നേച്ചറാണ്, ഭയങ്കര നല്ല നേച്ചർ. ഒരു മാലാഹയാന്ന് പറയാം, അതുപോലെയാണ്. അപ്പൊ അവള് വരുന്നുണ്ട് നമ്മുടെ കൂടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഡിസംബർ ആവുമ്പത്തെ തണുപ്പിൽ വരാൻ വേണ്ടിയിട്ടാ അവരിങ്ങനെ ടൂർ അടിച്ച് എല്ലായിടത്തോടെ മലേഷ്യ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ലോകത്തുള്ള എല്ലായിടത്തോടെയും കറങ്ങി നടക്കും. എപ്പോ ഊട്ടിക്ക് പോകുന്നു, ഗോവയ്ക്ക് പോകുന്നു, അവിടെ പോകുന്നു. ആഴ്ചയിൽ 3-4 ദിവസം ടൂർ ആയിരിക്കും കേട്ടോ. അവരങ്ങനെ കറങ്ങി നടക്കുന്നവരാണ്. അപ്പം വയനാട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അപ്പൊ അവര് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് ഏറ്റവും ഇഷ്ടം തണുപ്പത്ത് വരുന്നതാ. അപ്പൊ ഞങ്ങൾ ഓർത്ത് ഓക്കെ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല തണുപ്പാവുമല്ലോ. അപ്പം അങ്ങനെ ഇവിടെ അതല്ലേ നല്ലത്, കറങ്ങി നടക്കണം എല്ലാ സ്ഥലത്തോടെ. അപ്പൊ നമ്മൾ ഒരാഴ്ചത്തെ ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വയനാട് ചുറ്റി കറങ്ങാം. അപ്പൊ നമ്മുടെ കൂടെ ഇവിടെ സ്റ്റേ ചെയ്യും. അങ്ങനെയാണ്. പിന്നെ അപ്പൊ അങ്ങനെ അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അശ്വിനി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും കേട്ടോ, അതിന് വരാത്തെന്താ അങ്ങനെ. അപ്പൊ ഞാനാണെങ്കിലും അതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പൊ നല്ല തണുപ്പത്ത്. പക്ഷെ ഞങ്ങൾക്ക് 2 പേർക്കും ഒരേ മക്കളാണ്. 5 അവളുടെ മോന്, അശ്വിന്റെ അതേ ഏജ് ആണ്, ഒരേ മാസമാണ് ഇവരുടെ ബർത്ത്ഡേ കേട്ടോ. അങ്ങനെ അപ്പം 2 പേരും പഠിക്കുവാണല്ലോ. അപ്പൊ ഇവരുടെ എക്സാമും കാര്യങ്ങളും അങ്ങനെയൊക്കെയും കൂടി നോക്കിയിട്ട് അപ്പൊ അവന് എക്സാം ഒക്കെ കഴിയുന്ന ആ സമയത്ത് അങ്ങനെ നോക്കിയിട്ട് വരാനായിരുന്നു. ഡിസംബർ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കാണ് പ്ലാന്. അപ്പൊ ക്രിസ്മസ്, ന്യൂ ഇയർ എല്ലാം കൂടി നമുക്ക് ഇവിടെ അടിച്ചു പൊളിക്കാൻ വേണ്ടി അങ്ങനെ ആ രീതിയിൽ 1 വീക്ക് നമ്മൾ ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട്, വയനാട് കറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഞാൻ പറ്റിയ വീഡിയോസ് ഒക്കെ ഇടാം. പിന്നെ അവര് ഒരു പുതിയ കാർ വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ആ കാറെ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിന്നെ അശ്വിന് കൊതി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അവൻ കൊതി പുറത്ത് കാണിക്കത്തില്ല. ഞാനാണെങ്കിൽ കൊതി കാരണം സഹിക്കാൻ വയ്യാതിരിക്കുവാണ് കേട്ടോ. അതിലൊന്ന് കയറാൻ വേണ്ടിയിട്ട് നല്ല റിച്ച് കാറിൽ. ആക്ച്വലി ഞാൻ അത്ര റിച്ച് കാറിൽ കയറിയിട്ടേ ഇല്ല. അപ്പൊ അതൊക്കെ പിന്നെ കയറാൻ വേണ്ടിയിട്ട് അതൊരു എക്സൈറ്റ്മെന്റ്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പൊ അവര് വരുമ്പോൾ നമ്മൾ എല്ലായിടത്തോടെ ടൂർ നടക്കും. അപ്പൊ കുറെ സ്ഥലമുണ്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ കറങ്ങി നടക്കാൻ പറ്റുന്ന. വയനാടല്ലേ ഇനിയിപ്പോ ടൂറിന്റെ സമയം കേട്ടോ. വയനാട് വലിയ കുഴപ്പമില്ല, മഴയൊക്കെ കുറഞ്ഞു തുടങ്ങി, തണുപ്പാണ്. ഈ ഒരു സമയത്തിന് ഒരു രക്ഷയില്ല. എന്നൂര് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, വന്ന് നോക്കണേ നിങ്ങള്. ഒരു 50-60 ബസ്സാണ് നമ്മൾ ചെല്ലുമ്പോ തന്നെ അവിടെ റോഡരികെ പാർക്കിംഗ് കാണാം, ടൂറിസ്റ്റ് ബസ്സുകൾ. അത്രയും ജനങ്ങൾ ഇങ്ങനെ ഒഴുകും. അവിടെ 2 സ്ഥലമുണ്ട് അടുത്തടുത്ത്, പൂക്കോട്, എന്നൂര്, അങ്ങനെ. പിന്നെ ഇപ്പൊ മേപ്പാടി ആ ഭാഗത്തോട്ട് കുറച്ച് താഴോട്ട് പോവുകയാണെങ്കിൽ കുറേ പുതിയ ഇങ്ങനെ ഫ്ലവറിന്റെയും ഇങ്ങനെ ഗാർഡനുകളും അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജ് അങ്ങനെ കുറെ സംഭവങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഈ 1.5 വർഷത്തിനുള്ളിൽ. കുറെ സ്ഥലത്തോടെയൊക്കെ ഞാൻ പോയി നോക്കിയിട്ടുണ്ട്.
പിന്നെ പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ പോകാൻ പറ്റുന്ന ഒരു എന്താ വേറൊരു സ്ഥലം എന്ന് തോന്നുന്നു, വേറൊരു രാജ്യത്തെത്തിയെന്ന് തോന്നുന്ന അത്തരത്തിലുള്ള പ്ലേസുകളും അങ്ങനെയൊക്കെ ഉണ്ട്. അതിൽ ഒരു സ്ഥലത്ത് ഞാൻ പോയിട്ടില്ല. അപ്പൊ അവിടെ എല്ലാം പോകണം. അപ്പൊ അവള് വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അതാണ് ഏറ്റവും വലിയ വിശേഷം. ഒരേ ദിവസം ഇവരുടെ എക്സാമും കാര്യങ്ങളൊക്കെ ഇതായിട്ട് ആ ഒരു രീതിയിലേക്ക് അവർക്കും അറേഞ്ച് ചെയ്യണമല്ലോ ഒത്തിരി കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അങ്ങനെയൊക്കെ. അപ്പൊ വരുമ്പോൾ ഞാൻ അവരെ ഫാമിലിനെയൊക്കെ പരിചയപ്പെടുത്തി തരാം. അവർക്ക് ബോട്ടിംഗ്, ഹൗസ് ബോട്ടാണ് അവരുടെ മെയിൻ ബിസിനസ്. അപ്പം അവരുടെ ബോട്ടും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ പോകണമെങ്കിൽ പിന്നെ സെറ്റപ്പാണ്. അങ്ങനെയൊക്കെ പിന്നെ വലിയ ബോട്ടുകളും ചെറിയ ബോട്ടുകളും ഒക്കെ ഉണ്ട്. 6 ബെഡ്റൂമിന്റെയും അങ്ങനെയൊക്കെയുള്ള ബോട്ടുകളുണ്ട്. അങ്ങനെ ആലപ്പുഴ. അപ്പം അന്നേരം ഞാൻ അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഒക്കെ തരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പോകണമെങ്കിൽ പിന്നെ ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും ടൂർ വരുന്നവർക്കൊക്കെ കേട്ടോ. അത് ആ സമയത്ത് ഞാൻ പരിചയപ്പെടുത്തി തരാം. ആ കാര്യങ്ങളൊക്കെ കാണിച്ചു തരുമൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ അതാണ് വിശേഷം. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക ടൂർ കറങ്ങാൻ വേണ്ടി. ഈ അടുത്തൊന്നും നല്ല സിനിമകൾ വരുന്നില്ല. അതെനിക്ക് ഭയങ്കര സങ്കടം. അല്ലെങ്കിൽ സിനിമ എന്ന് പറഞ്ഞ പുറത്തിയാടാ. ഇത്രയും തിരക്കാണെങ്കിൽ ഒരു കാരണം കിട്ടിയാൽ എനിക്ക് സമയം ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇല്ലെങ്കിൽ എനിക്ക് പുറത്തിറങ്ങിപ്പോ എല്ലാ സ്ഥലമൊക്കെ ഒന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒന്നോടെ ഇങ്ങനെ റിപ്പീറ്റ് അങ്ങനെയാണ്. പക്ഷെ ഇവളൊക്കെ കറങ്ങിയാണ്, അഞ്ചൊക്കെ കറങ്ങി നടക്കുമ്പോൾ. പക്ഷെ എനിക്ക് അതിനായിട്ട് ഇറങ്ങി പോകുമ്പോ അയ്യോ എന്റെ പണികളൊക്കെ മാറ്റി വെച്ചിട്ട് അങ്ങനെ ആണല്ലോ. പക്ഷെ ഒരു പുതിയ സിനിമയ്ക്ക് ഇറങ്ങി അയ്യോ കാണാതിരിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു റീസൺ വരും. അപ്പൊ നമ്മൾ പുറത്തിയാടും. ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അതാണ് ഒരു മെയിൻ വിശേഷം. ഞങ്ങള് ടൂർ കറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന് വിശേഷം. പിന്നെ ജാനുവരി 15 ആകുമ്പോഴത്തേക്ക് ഇവിടെ ഫ്ലവർ ഷോ തുടങ്ങും കേട്ടോ. കൽപ്പറ്റ ഫ്ലവർ ഷോ, അമ്പലവയൽ ഫ്ലവർ ഷോ. അമ്പലവയൽ ഫ്ലവർ ഷോ അടിപൊളിയാണ് കൂട്ടുകാരെ. ആ ഒരു സമയത്ത് ഫ്ലവർ ഷോ ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ. ഇനിയിപ്പം ഉത്സവമാണ് വയനാട്ടിന്. മഴക്കാലം ഇവിടെ ഭയങ്കര ഡേഞ്ചറാണ്. മഴക്കാലത്തെ സമയത്ത് ആരും ഇങ്ങോട്ടേക്ക് വരികയേ വേണ്ട. അവനവന്റെ വീട്ടിലേക്ക് തിരിക്കുന്നത് ഏറ്റവും സേഫ്. പക്ഷെ ഈ സമയം പോലെ തണുപ്പ് പിന്നെ ബാക്കിയുള്ള സ്ഥലത്തോടെ പോകുന്ന അത്ര റേറ്റ് ഇല്ല ഇവിടെ ഒരു കാര്യങ്ങൾക്കും. എവിടെ പോയാലും ഫുഡിനും റേറ്റ് കുറവ്, കാഴ്ചകൾ കാണാനുള്ള ഫീസുകൾക്ക് റേറ്റ് കുറവ്. അങ്ങനെയൊക്കെ. ഇപ്പം ബത്തേരി ഒരു സ്ഥലമുണ്ട്. അവിടെ ഞാൻ പോയിട്ട് നിങ്ങളത് കാണിച്ചു തരാം. നല്ലതെന്ന് കേട്ടു. ഇങ്ങനെ ഫിഷൊക്കെ നമുക്ക് അപ്പം തന്നെ പിടിച്ച് കുക്ക് ചെയ്ത് തരുന്നത്, നമുക്കിങ്ങനെ നടന്ന് ഹാർവസ്റ്റ് ചെയ്ത് അപ്പം തന്നെ കുക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലമുണ്ട്. സ്വർഗ്ഗം അങ്ങനത്തെ ഒരു പേര്. അവിടെ ഞങ്ങൾ പോകാനിരിക്കുകയാണ്. അതൊന്ന് പോയി കണ്ടിട്ട് പറയാം. അങ്ങനെ. പിന്നെ കോനാച്ചി പാർക്ക് എന്ന് പറഞ്ഞ മാനന്തവാടി അടിപൊളി ഒരു പ്ലേസ് ഉണ്ട്. ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന. അത് പോയവർ പറഞ്ഞ അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ പോയിട്ടില്ല ഞാൻ. നമ്മുടെ നാട് തന്നെ. പക്ഷെ ഇവിടെ ഒന്നും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ അവിടെയൊക്കെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ വരുമ്പോ. പിന്നെ കരാൾട്ടിലേക്ക് അടിപൊളിയാണ്. അശ്വിനി അടുത്ത് വരുന്നത്. അവിടെ ഞാൻ 2-3 വട്ടം പോയിട്ടുണ്ട്. ഈ അടുത്ത അശ്വൻ പോയിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ് കൂട്ടുകാരെ. പിന്നെ അങ്ങനെ ടവർ കാഴ്ചയൊക്കെ കാണാൻ അടിപൊളിയാണ്. പിന്നെ ഭയങ്കര ഊഞ്ഞാലില്ലേ, ഭയങ്കര വലിയ ഊഞ്ഞാൽ. അതിൽ നിന്ന് കയറാൻ പറ്റത്തില്ല. എനിക്ക് അത്ര ധൈര്യമില്ല. അങ്ങനെ ആ ഒരു രീതിയിലുള്ളത് അശ്വിനൊക്കെ പഠിച്ചു കിടന്നതാണ് എല്ലാ പ്രാവശ്യം. അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെയൊക്കെ കുറേ. പക്ഷെ ഇവിടെയൊക്കെ ഞാൻ ശ്രദ്ധിച്ച കാര്യം, നമ്മൾ ബാക്കിയുള്ള സ്ഥലത്ത് ഇപ്പൊ പോവാണെങ്കിൽ ഇപ്പൊ കുമരകോ അല്ലെങ്കിൽ കൊച്ചി അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ നമ്മള് വണ്ടർലയിലൊക്കെ അത്രയും റേറ്റ് ഇല്ല ഇവിടെ ഒരു കാര്യങ്ങൾക്കും. അപ്പൊ നല്ലതാണ്. നമുക്ക് സ്റ്റേ ആണെങ്കിലും വലിയ റേറ്റ് ഇല്ല. അതുപോലെ പിന്നെ ഫുഡ് ആണെങ്കിലും വലിയ റേറ്റ് ഇല്ല. നല്ല ടേസ്റ്റി ഫുഡും കാര്യങ്ങളും പിന്നെ കാഴ്ചകളും ഒത്തിരി കാണാനുണ്ടല്ലോ. പച്ചപ്പും. പിന്നെ ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല കേട്ടോ. ചോദിക്കാൻ കാരണം നമ്മുടെ വത്സ എന്ന് പറഞ്ഞ എനിക്കൊരു ചേച്ചിയുണ്ട്, വത്സ മാത്യു ചേച്ചി. അപ്പം ചേച്ചി എനിക്ക് മെസ്സേജ് വിട്ടു കേട്ടോ. ബിന്ദു, ഞാൻ ഓർത്തുകൊണ്ടിരുന്ന വയനാട് ചേച്ചി, ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ പ്രൊഡക്റ്റ് അയച്ചില്ലേ ചേച്ചി, പിള്ളേരെ എടുത്തോട്ട് പോവാണ്, അപ്പം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓസ്ട്രേലിയക്ക് പോവാന്നൊക്കെ പറഞ്ഞു. ആ പുള്ളിക്കാരി എപ്പോഴും മെസ്സേജ് ഒക്കെ വിടും. ഞങ്ങൾ ഭയങ്കര കൂട്ടാണ്. അപ്പൊ ചേച്ചി പറഞ്ഞു, ബിന്ദു സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ലായിരുന്നു വയനാട് ഇത്രയും നല്ല ബിൽഡിങ്ങുകൾ കെട്ടിടം. ഞാൻ ചില സമയത്തൊക്കെ കൽപ്പറ്റയ്ക്ക് പോകുമ്പോൾ ബത്തേരി പോകുമ്പോൾ ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തിടുമല്ലോ പോണ വഴിയൊക്കെ. അപ്പൊ ഈ ഷോപ്പിൽ ഒക്കെ പോകുമ്പോ അത് എടുക്കൂല. അപ്പൊ ചേച്ചി പറയണേ, വയനാട് ഇത്രയും വലിയ ബിൽഡിംഗ് ഇത്രയും സെറ്റപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പ്ലേസിനേക്കാളും നല്ലതാണല്ലോ. അങ്ങനെ പറയാ കേട്ടോ. സത്യത്തിൽ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഭയങ്കര എന്താ പറയാ, നമ്മള് ചില സ്ഥലത്ത് ഇപ്പൊ കോട്ടയം അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മള് പോകുന്ന ചില പ്ലേസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും ഡെവലപ്ഡ് ആയിട്ടുണ്ട് നമ്മുടെ വയനാട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ബത്തേരി, മാനന്തവാടി, കൽപ്പറ്റ ഒക്കെ അത്രയും ഡെവലപ്ഡ് ആയിട്ടുണ്ട്. ഫുഡ് ആണെങ്കിലും അക്കോമഡേഷൻ ആണെങ്കിലും കാഴ്ചകളാണെങ്കിലും ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. ഇപ്പൊ ബെസ്റ്റ് ടൈമാണ് നിങ്ങൾക്ക് വയനാട് വരാന്. അങ്ങനെ അപ്പൊ നമ്മൾ ഫുഡൊന്നും ഇവിടെ ഉണ്ടാക്കത്തില്ല. അങ്ങനത്തെ കുക്കിങ് കാര്യങ്ങളൊന്നും അല്ല. അതെല്ലാം നമ്മൾ പുറമേ നിന്ന് കറങ്ങി നടന്നു കഴിക്കും. നമ്മളിവിടെ നിൽക്കുന്നു, സ്റ്റേ ചെയ്യുന്നു, രാവിലെ നമ്മൾ ചാടുന്നു, എല്ലായിടത്തോടെയും കറങ്ങി നടക്കുന്നു. അങ്ങനെ അപ്പം അതൊക്കെ പ്ലാൻ ചെയ്താണ് ഇപ്പൊ എന്റെ പ്രധാന പണി. അശ്വിനോട് ചോദിച്ചു ഓരോ സ്ഥലങ്ങള്, എടാ 2 സ്ഥലം ഇന്ന് പോകാൻ പറ്റുമോ, അങ്ങനെ അവിടെ പോകാൻ പറ്റുമോ, ഇവിടെ പോകാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ. അത് ഭയങ്കര നമുക്കിങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം
കാര്യം ഡ്രീം ചെയ്ത് പ്ലാൻ ചെയ്ത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ അതിനിങ്ങനെ വെയിറ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നമ്മള് ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ഒരു നല്ല ഡ്രസ്സ് ഓർഡർ കൊടുത്തിട്ട് അത് വരണ വരെയുള്ള സമയം എനിക്ക് എന്തൊരു ത്രില്ലാന്നോ. എവിടെ എത്തി അങ്ങനെയൊക്കെ നോക്കി വന്നു കഴിഞ്ഞിട്ട് ഇനി ചിലപ്പോൾ അതിന്റെ ആ ത്രില്ലൊക്കെ അങ്ങ് പോകും. അങ്ങനെയാണ്, ശരിയാണ്. അങ്ങനെ അപ്പൊ ഇപ്പൊ ഒരു സിനിമ ഇറങ്ങുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സ് തുടികൊട്ടാൻ തുടങ്ങും. നല്ല സിനിമ ഇറങ്ങാൻ പോകും, അപ്പൊ അങ്ങനെ പോകാലോ, അങ്ങനെ കാണാലോ, ഫുഡ് കഴിക്കണം, അതൊക്കെ അതൊരു രസം. അങ്ങനെ ഡ്രീം ചെയ്യുന്ന ഭയങ്കര രസം. നമുക്ക് ഭയങ്കര പോസിറ്റിവിറ്റി കൊണ്ടുവരും നമ്മുടെ മനസ്സിൽ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. അപ്പൊ ഇതുപോലത്തെ ടൂറും കാര്യങ്ങളും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഒത്തിരി പൈസ ഒന്നും ചെലവാക്കാതെ ഭയങ്കര റിച്ച് ഹോട്ടലിലൊന്നും സ്റ്റേ ചെയ്യാതെ അത്യാവശ്യം ഒരു ഹോട്ടലിലൊക്കെ സ്റ്റേ ചെയ്ത് സ്ഥലങ്ങൾ കൂടുതൽ കാണാം. അതാണ് വയനാട്ടിൽ വന്നാൽ ചെയ്യാനുള്ളത്. അങ്ങനെയൊക്കെ അപ്പം ആവശ്യമുള്ളവരൊക്കെ ഈ ഒരു സമയത്ത് നേരെ വയനാട്ടിന് പോരെ കേട്ടോ. അപ്പൊ നമ്മുടെ പാക്കിങ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ദാ ഒരു കസ്തൂരി മഞ്ഞള്, പിന്നെ ദാ കിച്ചൺ സിങ്ക് ഒക്കെ ക്ലീൻ ചെയ്യുന്ന ഇതെല്ലാവരും മേടിക്കുന്നുണ്ട്. ഞാൻ എല്ലാ വീഡിയോയും കാണിക്കുന്നില്ലേ. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബ്രാ ദാ ഈ ഒരു കളർ ചൂസ് ചെയ്തിട്ടുണ്ട്. ആദ്യം ചൂസ് ചെയ്തവർക്കൊക്കെ എനിക്ക് സെയിം കളർ അവർ ചൂസ് ചെയ്ത കളറൊക്കെ കൊടുക്കാൻ പറ്റി. പക്ഷെ പിന്നെ എനിക്ക് അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. എന്റെ ഉള്ള കളർ എല്ലാം കളർഫുള്ള അങ്ങനെ കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതിപ്പോ അവർ ചൂസ് ചെയ്ത് തന്നെ ഇങ്ങനെ ബ്രസ്റ്റ് സൈസ് ഒക്കെ ഉള്ളവർക്ക് നല്ലൊന്ന് ഫിറ്റ് ആ പുഷപ്പ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു 10 mm പുഷപ്പ് കിട്ടും. പിന്നെ ഇച്ചിരി ഷേപ്പും കിട്ടും. അങ്ങനെയാണ് റൗണ്ട് ഷേപ്പിലുള്ള അങ്ങനെ ആ ഒരു സൈസ് അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഹണി 1 കിലോ ഹണി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും സാധനം നമുക്കൊന്ന് പാക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ബ്രായ് അപ്പൊ എനിക്ക് പോകാൻ സമയം കിട്ടിയില്ല. ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ബോക്സിലേക്കൊക്കെ ആക്കാൻ ബോക്സ് ഒക്കെ മേടിക്കാൻ പോകണം. അതിനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാനിപ്പോ എല്ലാവരും നോക്കിയിരിക്കുമായിരുന്നു കുറെ പേരിങ്ങനെ. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെയൊക്കെ അങ്ങ് അയക്കുവാണ്. അത് ഞാൻ നല്ല സെറ്റപ്പ് ഒക്കെ ആക്കി വൃത്തിയാക്കി നല്ല പാക്കൊക്കെ ചെയ്ത് ഞാൻ താമസിയാതെ അതിന്റെ ബോക്സ് ഒക്കെ മേടിച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ അയക്കാം കേട്ടോ. ഇപ്പൊ എന്നോട് ക്ഷമിക്കട്ടെ എന്റെ കസ്റ്റമേഴ്സ്, എന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എല്ലാ കാര്യത്തിലും എന്നോട് ക്ഷമിക്കുന്നവരെ. ഇങ്ങനെ ഞാൻ ആദ്യമൊക്കെ പാക്ക് ചെയ്ത് വിടുന്നൊക്കെ എന്തൊരു മോശമായിട്ടായിരുന്നു എന്നറിയോ. പിന്നെ നമുക്ക് ആശുപത്രി എല്ലാം എനിക്ക് സംഘടിപ്പിച്ചു തന്നെ. ഇങ്ങനത്തെ കാർട്ടൂൺ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഒരു കൊച്ചെന്നെ പരിഹസിച്ച് എനിക്ക് മെസ്സേജ് വിട്ടു കേട്ടോ. ഞങ്ങൾ ആക്ച്വലി ഇവിടെ കാർട്ടൂൺ എന്ന് പറയൂ ഇതിന്. എല്ലാവരും പറയും ഇങ്ങനത്തെ കാർട്ടൂൺ എന്ന് ഇതിന് പറയണ്ടേ അല്ലേ. ഇതിന് കാർട്ടൂൺ എന്ന് എല്ലാവരും പറഞ്ഞേക്കാം. എന്റെ വായിലും അങ്ങനെ തന്നെ, ഞാനും അങ്ങനെയായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു കാർട്ടൺ ഇതിന്റെ ബോക്സ് പല വലുപ്പമുള്ള ബോക്സുകളും പിന്നെ നമ്മുടെ പാക്കിംഗ് മെറ്റീരിയലും ഇങ്ങനത്തെ സംഗതികളും ഒക്കെ പിന്നെ അച്ഛൻ ഓരോ സംഗതി എനിക്ക് അറേഞ്ച് ചെയ്ത് തപ്പി എടുത്ത് മേടിച്ചു തന്നത്. ഇപ്പൊ നമ്മള് പിന്നെ എന്താ പറയാ ഡെവലപ്ഡ് ആയി, എല്ലാം ഓക്കെ ആയി, പീസ്ഫുള്ളി നമുക്ക് പെട്ടെന്ന് വിടുന്നത് കൊണ്ട് ജോലി ഭാരം ഒത്തിരി കുറയും. മറ്റത് ഇങ്ങനെ അഡ്രസ് എല്ലാം ടൈപ്പ് ചെയ്ത് അഡ്രസ് എല്ലാം പേനയും കൊണ്ട് എഴുതി എല്ലാം പ്ലാസ്റ്റിക് കൊണ്ട് പാക്ക് ചെയ്ത് എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അതൊക്കെ. പക്ഷെ അന്ന് എന്റെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് എല്ലാം എന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രൊഡക്റ്റ് നല്ലതായതുകൊണ്ട് വീണ്ടും അവർ മേടിക്കും. അങ്ങനെയാണ്. എന്തോരെ അപ്രിസിയേഷൻ മെസ്സേജ് എനിക്ക് വാട്സപ്പിൽ കിട്ടുന്ന ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചും. എനിക്ക് സത്യമായിട്ട് ഞാൻ പറയാം, എന്റെ ഓരോ പ്രോഡക്റ്റിനെ കുറിച്ച് ആരും മോശം പറഞ്ഞിട്ടില്ല. പിന്നെ സജഷൻസ് അവർ പറയും, ചേച്ചി പിന്നെ ലിപ്സ്റ്റിക്കിന്റെ ബോട്ടിൽ വേണ്ട, അത് ബുദ്ധിമുട്ടാ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലാതെ എല്ലാ പ്രോഡക്റ്റിനെ കുറിച്ച് പോസിറ്റീവ് റിവ്യൂ മാത്രമാണ് എനിക്ക് വാട്സപ്പിൽ കിട്ടുന്നത്. അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. അത് പറഞ്ഞപ്പോഴാണ് നമ്മളിനി പുതിയതായിട്ട് കുറേ പ്രോഡക്റ്റുകൾ, അത് എനിക്ക് പോകാൻ സമയം കിട്ടില്ല. ഇവിടെ 100 അല്ല 1000% ഒതന്റിക് ആയിട്ട് നാച്ചുറലായിട്ട്, അതായത് വിഷമടിച്ച പിന്നെ കാപ്പിക്കുരുവോ കുരുമുളകോ പോലും ശേഖരിക്കാതെ ഓർഗാനിക് ആയിട്ട് വളർത്തുന്ന ഫാമിൽ നിന്ന് മാത്രം ശേഖരിച്ചിട്ട് സെയിൽ ചെയ്യുന്ന വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന ഒരു ടീംസ് ഉണ്ട്. അപ്പം അവരെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പൊ എനിക്ക് ഇതുവരെ ഒന്ന് പോകാൻ സമയമില്ല. പണ്ട് ഞാൻ കോൺടാക്ട് ചെയ്ത് വെച്ചു. പിന്നെ അപ്പൊ അവർ വരാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പറ്റില്ല. അപ്പൊ 2-3 ദിവസം മുമ്പ് ഞാൻ എന്തായാലും ഞാൻ ഇല്ലാത്ത സമയം ഉണ്ടാക്കി പോയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും അവരെ കോൺടാക്ട് ചെയ്തു. അപ്പൊ നമുക്ക് അവിടെ പിന്നെ ചില അനുവാദം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോകണം, ഷൂട്ട് ചെയ്യണം, നമുക്ക് കുറെ പ്രോഡക്റ്റ് അവരുടെ അടുത്ത് മേടിക്കണം. അതാണ് എന്റെ എയിം. ഒത്തിരി സാധനങ്ങളുണ്ട്. കാപ്പി മുതല് കുറെ സാധനങ്ങൾ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്ന, ഇങ്ങനെ 6 മാസം പ്രായമുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന കുറുക്ക് ഐറ്റംസ്, അതായത് ഏത്തപ്പഴത്തിന്റെ ഇങ്ങനത്തെ കുറുക്കിന്റെ ആ പൊടികള്, ചക്കപ്പഴത്തിന്റെ പൊടി, പച്ചച്ചക്കയുടെ, അതൊക്കെ ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ്. അത് മുഴുവൻ ഓർഗാനിക് ആയിട്ട്. പിന്നെ കറുവപ്പട്ട, ഈ പിന്നെ വീടുകളിൽ നിന്നുള്ള കറുവപ്പട്ടയാണ് ഞാൻ മേടിക്കുന്നത് കേട്ടോ. അത് കുറച്ചേ കിട്ടത്തുള്ളൂ. നമ്മുടെയൊക്കെ വീട്ടിൽ കറുവപ്പട്ട മരമുണ്ട്. അതൊക്കെ ഒരു കറുവപ്പട്ട മരം ചെറുത്, അത് എല്ലാ കൊല്ലവും അല്ല 2 കൊല്ലം കൂടി നമ്മൾ അതിന്റെ തൊലി ചെത്തി എടുക്കുന്നതുകൊണ്ട് പിന്നെ അതിങ്ങനെ വിൽക്കാനോ അങ്ങനെയൊന്നും കിട്ടത്തില്ല. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒത്തിരി സ്ഥലങ്ങളും കാര്യങ്ങളും കുറെ ഫലവൃക്ഷാദികൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പൊ നമ്മുടെ ആവശ്യത്തിനുള്ള ഏലക്കായ, കുരുമുളക്, കാപ്പി നമ്മുടെ ഇവിടെ തോട്ടമുണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും. അത് ഓക്കെ. പക്ഷെ പിന്നെ അല്ലാതെ ഈ കറുവപ്പട്ട അങ്ങനെയൊക്കെ ഉള്ളതൊന്നും നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ളത് കിട്ടാൻ ബുദ്ധിമുട്ടാ.
ഞാൻ പിന്നെ വീടുകളിൽ നിന്ന് സംഘടിപ്പിക്കും, എനിക്ക് കുറച്ച് ആവശ്യത്തിനുള്ളതൊക്കെ. അങ്ങനെ അല്ലാത്ത കറുവപ്പട്ട നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസർ വരെ വരുമെന്ന് പറഞ്ഞേക്കാം. കോസിംഗ് ഏജന്റ് ഒക്കെ ഉള്ള അങ്ങനത്തെ കറുവപ്പട്ട വിപണിയിൽ ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ നമ്മൾ സേഫ് ആയിട്ട് മേടിക്കണം. ഭയങ്കര കട്ടിയുള്ള കറുവപ്പട്ടയൊന്നും അത്ര സേഫ്. അത് ഗൂഗിൾ നോക്കി അറിയാം അതിന്റെ വ്യത്യാസം തിരിച്ചറിയുന്ന രീതി. എനിവേ ഞാനിങ്ങനെ വീടുകളിൽ നിന്ന് മേടിക്കുന്നതുകൊണ്ട് എനിക്ക് ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നിന്ന് വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്നതുകൊണ്ട് എനിക്ക് ഓക്കെ. പക്ഷേ ഇവിടെ കറുവപ്പട്ടയും സെയിലുണ്ട്. ഒറിജിനൽ ആയിട്ട് അവരുടെ തന്നെ തോട്ടത്തിൽ, അവർക്ക് 20 ഏക്കർ തോട്ടമാണ്. അപ്പൊ ആ തോട്ടത്തിൽ നിന്ന് അവർ കളക്ട് ചെയ്യുന്ന ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം കൃഷി ചെയ്ത് വമ്പൻ രീതിയിൽ സെറ്റപ്പ് ചെയ്തിട്ട് അങ്ങനെ. അപ്പൊ അത് ഞാൻ ഷൂട്ട് ചെയ്ത് കാണിക്കാം. അവിടെ നമുക്ക് അത്യാവശ്യം പ്രൊഡക്റ്റും സെയിലിന് വേണ്ടി എടുക്കാൻ ഞാൻ ഓർക്കുക, വിലയൊക്കെ നോക്കിയിട്ട്. അപ്പൊ ഞാൻ അവിടെ പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടിട്ടുണ്ട് അടുത്ത ആഴ്ച. അപ്പൊ കൂട്ടുകാരെ, ആശാളിയരിയും കരിജീരകവും ഇത് നിയർ ടു ഫിനിഷ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത് നമുക്ക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഉണക്കി പാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി പാക്ക് ചെയ്യണം ഇന്ന്. അതാണ് എന്റെ ഒരു മെയിൻ ഇന്നത്തെ ജോലി. പിന്നെ നമ്മുടെ രക്തശാലി ഫേസ് പാക്ക് തീർന്നു. അപ്പൊ അതിന്റെ മരുന്നുകളെല്ലാം മേടിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും എനിക്ക് പാക്ക് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വൈകുന്നേരത്തെ പരിപാടി അതാണ്. അപ്പൊ ആശാളിയരിയും കരിജീരകവും എല്ലാവരും മേടിക്കുന്നുണ്ട്. എല്ലാവരും മേടിക്കും കൂട്ടുകാരെ. ഇത് അത്രയും നല്ലതാണ്. നമ്മുടെ ലേഡീസ് ആണ്. നമുക്ക് ഒത്തിരി ഒരു 30 വയസ്സ് കഴിയുമ്പോൾ മുതൽ നമുക്ക് ഭയങ്കര സ്ട്രെസ്സും ടെൻഷനും, നമ്മുടെ ബോഡി എല്ലാം സ്കിന്നെല്ലാം ചുളിയാൻ തുടങ്ങും. ഒത്തിരി പ്രശ്നങ്ങൾ, ഹോർമോൺ ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ മെന്റലി ഫിസിക്കലി ഒക്കെ നമ്മൾ സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. അങ്ങനെ പിന്നെ ഇത് വണ്ണം കുറയാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ്. വണ്ണം കുറയാനല്ല, നല്ല ഫിറ്റ് ബോഡി ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒത്തിരി ഘടകങ്ങൾ ഇതിലുണ്ട്. അങ്ങനെയാണ് ആശാളിയരിയും കരിഞ്ജീരകം. കരിഞ്ജീരകം എന്ന് പറയുന്നത് മരണത്തിനൊഴിവാക്കി എല്ലാത്തിനും മരുന്നെന്നാ പറയണം. അത്രയും ഗുണമുള്ളതാണ് കരിഞ്ജീരകം. മുടി നന്നായിട്ട് വളരാന്, മുടിയും പിരികവും ഒക്കെ പോയാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരുമാതിരി കോംപ്ലക്സ് കയറും. അത് മാത്രമല്ല ഈ മുടി പൊഴിച്ചില് ഭയങ്കര പ്രശ്നമല്ലേ. മുടി നീളം ഇല്ലെങ്കിലും വേണ്ടില്ല, നമുക്ക് ഉള്ള മുടി കട്ടിയായിട്ട് ഇരുന്നാൽ മതിയല്ലോ. അങ്ങനെ മുടി പൊഴിച്ചിൽ കുറയാനും ഒക്കെ കരിഞ്ജീരകം ആശാളിയരി ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ബോഡി നല്ല ഫിറ്റ് ആയിട്ടിരിക്കും. കൊളാജൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാത്തിനും പ്രയോജനമാണ്. ഹോർമോണൊക്കെ ആയാൽ നമുക്ക് സ്ട്രെസ്സും ആങ്സൈറ്റിയും ഫിയർ ഒക്കെ കുറയും. പിന്നെ നമുക്ക് PCOD പോലെയുള്ള ഹോർമോണൊക്കെ ആയാൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരാതിരുന്നോളൂല്ലോ. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ ബോഡി ഫിറ്റ് ആയിട്ടിരുന്നോളൂ, സന്തോഷം കിട്ടും. അതാണ് പിന്നെ നമുക്ക് ഭയങ്കര ഡിപ്രഷനും ആങ്സൈറ്റിയും ഫിയറും ഹോർമോൺ ഇംബാലൻസ് വന്ന ഇതിന്റെയൊക്കെ ബാലൻസ് ഇതെല്ലാ കാര്യങ്ങളും നമ്മളെ പിടിപെടും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് ആശാളിയരി കരിഞ്ജീരകം എന്തായാലും കഴിക്കണം. ഇതിനൊന്നും അധികം വിലയില്ല കൂട്ടുകാരെ. നമ്മുടെ പ്രോഡക്റ്റുകൾക്കൊന്നും ബാക്കിയുള്ളവർ വെച്ച് നോക്കുമ്പോൾ വലിയ വിലയില്ല. പിന്നെ നിങ്ങളിപ്പോ ഈ മേടിച്ചാലും അത് നിങ്ങൾക്ക് അത്രയും ബെനിഫിറ്റാ. അങ്ങനെ ഹെൽത്ത് ആണെങ്കിലും ബ്യൂട്ടി ആണെങ്കിലും അതുകൊണ്ട് മേടിക്കണം. പിന്നെ അവര് ഗീ ആവശ്യപ്പെട്ടിട്ടുണ്ട്, നല്ല നാടൻ ഗീ. അത് പിന്നെ കാട്ടുതേനാണ്, അത് 1/2 കിലോ. പിന്നെ നമ്മുടെ കറിമഞ്ഞൾ നമ്മൾ തന്നെ ഇവിടെ റെഡിയാക്കി എടുക്കുന്ന അറിയാലോ. ഞാനിതൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ അപ്പൊക്കെ ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാനതൊന്നും ഒരേ വട്ടം ഷൂട്ട് ചെയ്ത് എടുക്കാൻ പറ്റാത്ത കുറേ ജോലികളുണ്ട്. എനിക്കിവിടെ ജോലിക്കായിട്ട് വല്ലപ്പോഴും അമൃത വരുമെന്നല്ലാതെ എനിക്ക് ആരെയും ജോലിക്കായിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പണ്ട് കുറെ പേരൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ എനിക്ക് ആരെയും കിട്ടുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും വേറെ ഓരോ ഗവൺമെന്റ് ജോലി അങ്ങനെ ഇങ്ങനെ കുഞ്ഞു ജോലികൾ കിട്ടിപ്പോയി. അതുകൊണ്ടാണ് അപ്പൊ ഞാൻ തന്നെ കുറച്ച് അങ്ങനെ ചെയ്താണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ എനിക്ക് കാണിക്കാൻ പറ്റാത്ത എല്ലാം ഓർഗാനിക് ആയിട്ട് അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റാ. അപ്പൊ അത്രയും സാധനമാണ് അവർ മേടിച്ചേക്കണം. അപ്പൊ അത് നമുക്കൊന്ന് പാക്ക് ചെയ്യാം. വാട്സപ്പിൽ ഇങ്ങനെ നിറച്ച് മെസ്സേജ് വരും കേട്ടോ. ഒത്തിരി പ്രൊഡക്റ്റുകളുടെ എൻക്വയറി, ബാക്കി ഓർഡർ അങ്ങനെയൊക്കെ. പിന്നെ കുറെ വിശേഷങ്ങൾ ചോദിച്ചു. പിന്നെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് ഒരാളോട് സ്നേഹം തോന്നിക്കഴിയുമ്പോൾ നമ്മൾ അവരുടെ പ്രത്യേകതകളൊക്കെ ചോദിച്ചു മനസ്സിലാക്കൂലേ. അപ്പൊ അങ്ങനെ എന്നോട് ഒത്തിരി വർത്താനം പറയുന്ന കുറേ പിള്ളേഴ്സ് ഉണ്ട്, കുറെ ചേച്ചിമാരുണ്ട്. പിന്നെ കുറെ ഇങ്ങനെ ഫാമിലി പ്രോബ്ലം ഉള്ളവർ അതെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. എന്നെ വിശ്വസിക്കാം, എന്നോട് പറയാം, ഒരു സൊല്യൂഷൻ കിട്ടും, അങ്ങനെയൊക്കെ ഓർത്തിട്ട്. പിന്നെ നമ്മൾ മെഡിക്കൽ ഫീൽഡ് അല്ലേ, നമ്മൾ സൈക്കോളജി ഒക്കെ പഠിക്കുന്നല്ലേ. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ ഒത്തിരി എന്നോട് കോൺവെർസേഷൻ ഉണ്ട് കേട്ടോ വാട്സപ്പിൽ. അങ്ങനെയുണ്ട്. എന്റെ സമയം പോലെ ഞാൻ എല്ലാത്തിനും മെസ്സേജ് വിടും, റിപ്ലൈ കൊടുക്കും. അങ്ങനെ വിളിച്ച് കുറെ നേരം സംസാരിച്ചില്ലേ പോലും ഞാൻ അത്രയ്ക്ക് വിളിക്കേണ്ടവരെ ഞാൻ വിളിച്ച് സംസാരിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഭയങ്കര സ്ട്രെസ്സിലും ഡിപ്രഷനിലും ഒക്കെ പോകുന്ന ചിലവർ നമുക്കത് ഫീൽ ചെയ്യും, നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെയുള്ളവർ ഞാൻ വിളിച്ച് സംസാരിക്കാറുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ അപ്പം കുറെ പേര് ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ മുതൽ കുറെ വലിയ കാര്യങ്ങൾ വരെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ. ചിലവർ എന്നോട് ചോദിക്കും കേട്ടോ, ചേച്ചി ഇങ്ങനെ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നേ, അങ്ങനെ പിന്നെ എന്താ ഇതിന്റെ രഹസ്യം, അങ്ങനെ എങ്ങായിട്ടിരിക്കുന്നത് എങ്ങനെയാന്നൊക്കെ. എനിക്ക് തോന്നുന്നു നമ്മൾ മെന്റലി അൺസ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മള് ഒരുമാതിരിയായി പോകും. നമ്മുടെ സൗന്ദര്യവും പോകും, ആരോഗ്യം പോകും, എല്ലാം പോകും. അങ്ങനെയാണ്. പക്ഷെ നമ്മൾ മെന്റലി സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുവാണെങ്കിൽ, നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്ക് അത് ഹെൽത്ത് മാത്രമല്ല ബ്യൂട്ടിയും കൂടും. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ എന്തിനാ നമ്മുടെ ബ്യൂട്ടി വല്ലോനും പേർക്ക് വേണ്ടി കളയുന്നേ, അങ്ങനെയുള്ള ചിന്തയിലേക്ക് ഞാൻ കൊണ്ടുവരും. സങ്കടമൊക്കെ വരുമ്പോ ഞാൻ കരയും, വിഷമിക്കും. പിന്നെ ആ സങ്കടത്തിന്റെ മൂല കാരണം അന്വേഷിക്കും എന്റെ മനസ്സ്. പിന്നെ അതിന്റെ റീസൺസ് നമ്മൾ പഠിക്കും. ഇപ്പം ഒരു ഉദാഹരണം പറ, അസൂയുള്ള ഇപ്പൊ നമ്മുടെ ചുറ്റും നമ്മളോട് അസൂയുള്ള ഒത്തിരി പേരുണ്ടാവും. അപ്പൊ നമ്മള് അസൂയ
അസൂയയുടെ കാരണം എന്നാന്ന്, അവർക്ക് നമ്മളോട് അസൂയ തോന്നുന്നത് നമ്മൾ എന്ത് ചെയ്തിട്ടാ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ജോലികൾ ചെയ്യുമ്പോഴും ബാക്കിയുള്ള നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴും നമ്മൾ ആലോചിക്കണം എന്തുകൊണ്ടായിരിക്കും അവർക്ക് നമ്മളോട് അസൂയ തോന്നുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവും അത് എന്തുകൊണ്ടാന്നുള്ളത്. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് അവരോട് ചിലപ്പോൾ നമുക്ക് സിമ്പതി തോന്നും, ചിലപ്പോൾ നമുക്ക് പിന്നെ അതിന്റെ കാരണം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ കട്ട് ഓഫ് ചെയ്യാൻ നമുക്ക് പറ്റും. അവരുമായിട്ടുള്ള അതിന്റെ ഇടയ്ക്കോടെ കറണ്ട് പോകുന്നത്. അപ്പൊ ഞാൻ കുറേയൊക്കെ ആ കറണ്ട് പോയ സമയത്ത് പാക്ക് ചെയ്ത് വെച്ചു. അടുത്ത് നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ബോഡി മോയ്സ്ചർ, പിന്നെ ഒരു ബാഗാണ് കേട്ടോ. ഇത് നമ്മൾ തന്നെ സെയിൽ ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്ന ബാഗാണ്. 3 അറയുള്ള ബാഗാണ്. ഞാൻ തുറക്കുന്നില്ല, ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. നല്ല ലെതറിന്റെ 3 കമ്പാർട്ട്മെന്റ് ഉള്ള അപ്പുറം ഇപ്പുറം പോക്കറ്റും ഒക്കെ ഉള്ള, അകത്തും പോക്കറ്റ് ഉണ്ട്. അങ്ങനെയുള്ള അടിപൊളി ബാഗാണ്. അതാണ് പിന്നെ എന്താ കുറേ സാധനങ്ങൾ കൊള്ളുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ്. അപ്പം ഇതും കൂടി നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് അങ്ങോട്ട് പാക്ക് ചെയ്യാം. പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് കറണ്ട് പോയിട്ടോ. അപ്പൊ പിന്നെ ഞാൻ നമ്മുടെ പക്ഷിക്കുഞ്ഞു കിടന്ന് ഭയങ്കര കരച്ചില്, ഒന്നമ്മ ഓടി വായോ ഇങ്ങോട്ടൊന്ന് വായോ എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചില്. അപ്പൊ കുറെ നേരം എന്റെ സൗണ്ട് നമ്മളിപ്പോ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് സൗണ്ട് കേൾക്കുമ്പോൾ പിന്നെ അപ്പം നമ്മളെ കാണാം. അങ്ങനെ ഭയങ്കര കരച്ചിലാണ്. അത് ഭയങ്കര മിസ്സിങ് പക്ഷിക്കുഞ്ഞാണ് കേട്ടോ. അങ്ങനെ രാവിലെ ഞാൻ ഫുഡ് കൊടുത്ത് തന്നിട്ടും പിന്നെ കരയും. പിന്നെ നമ്മൾ ചെന്ന് കുറെ നേരം സമാധാനിപ്പിച്ച് എന്റെ അടുത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് നമ്മളെ ഉമ്മ തരലായി, തോളത്തിരുന്ന് ഡാൻസ് കളിക്കലായി, കുറെ നേരം അതിനെയും കൊണ്ടൊന്ന് നടന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെയാ. പിന്നെ അത് അവിടെ നിന്നോളും. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ എൻ്റെ ഒരു പക്ഷിക്കുഞ്ഞിനെ കൂടി മേടിച്ചിട്ടുണ്ട്. അതത്ര ഇണങ്ങിയിട്ടില്ല, നോക്കാം നമുക്ക്. ഇണങ്ങിയില്ല ഞാൻ തിരിച്ചു കൊടുക്കും. അങ്ങനെ ഇണങ്ങിയവർ മാത്രം, അല്ലെങ്കിൽ അവർ തമ്മിൽ കൊത്ത് കൂടാൻ തുടങ്ങും. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ എന്നിട്ട് ഇതിനെ കുറച്ച് ഞാൻ ഒന്നോടെ ഇപ്പൊ പോയി സമാധാനിപ്പിച്ചൊക്കെ വന്നു. അത് പാവട്ടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ കുറെ നേരം നമ്മൾ കണ്ടു കഴിഞ്ഞില്ലെങ്കിൽ ഭയങ്കര നമ്മൾ തിരിച്ചു പോരാതിരിക്കാൻ വേണ്ടി തോളത്തിരുന്ന് ഡാൻസ് കളിക്കല്. പിന്നെ അതിന്റെ കൈയും കൊണ്ട് നമ്മുടെ ഇവിടെ എല്ലാം ഇങ്ങനെ തൂത്തുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഉമ്മ തരില്ല, ചുണ്ടയിലും തരും, മുഖത്തും തരും. പിന്നെ ഇങ്ങനെ ഒരുമാതിരി സ്നേഹപ്രകടനങ്ങളാണ് മൊത്തം സമയം കേട്ടത്. നമ്മൾ പോരാ നേരത്ത് ഭയങ്കര സങ്കടം കരച്ചിൽ അങ്ങനെയൊക്കെയാണ്. നല്ല രസം അതിന്റെ അടുത്ത് പോയിരിക്കാൻ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ചെറുന്നേർന്ന് വരും കേട്ടോ, ഞെക്കി പീച്ച് അതിനിരിക്കണം. അങ്ങനെയൊക്കെയാണ്. ഭയങ്കര മിസ്സിങ് അതിന്. അങ്ങനെ അപ്പൊ അതിന്റെ അടുത്ത് പോയി ഒന്നോടെ അതിന് കുറച്ചും കൂടി ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ കൊടുത്തു. പിന്നെ നമ്മൾ ഡോഗ്സിന്റെ ഒക്കെ അടുത്തൊന്ന് പോയി, എല്ലാത്തിന്റെ കറണ്ട് പോയിക്കോല്ലേ. അപ്പൊ ഞാൻ എല്ലാവരും ഒന്നോടെ സമാധാനിപ്പിച്ചിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാണ്. പെറ്റ്സിന് എപ്പോഴും നമ്മൾ കൂടെ വേണം. അങ്ങനെയാണ്. ഡോഗ്സിനാണെങ്കിലും എല്ലാത്തിനാണെങ്കിലും അങ്ങനെയാണ്. എപ്പോഴും നമ്മുടെ പ്രസൻസ് അവർക്ക് വേണം. അല്ലെങ്കിൽ നമ്മൾ വർത്താനെങ്കിലും പറയണം. ഞാനപ്പോ ഡോഗ്സിനോട് കിച്ചണിൽ നിന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും, കുക്കൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവര് പേര് വിളിച്ച് അവർക്ക് ഓക്കെ, നമ്മളോട് ഉണ്ടെന്ന് അറിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷം സമാധാനം. അങ്ങനെയാണ്. അല്ലെ അവർക്ക് ഭയങ്കര സ്ട്രെസ് കയറും. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ നമ്മുടെ അടുത്ത പാക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മില്ലറ്റ്സ് ആണ് കേട്ടോ. മില്ലറ്റ് കണ്ടല്ലോ, രാവിലെ നമുക്ക് ഒരു മാസം ഏകദേശം ഒരു 150 കിലോയോളം മില്ലറ്റ് ഇപ്പൊ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഒരു വർഷം നമ്മൾ എത്ര ടണ്ണ അത്രയും നമ്മൾ വിൽക്കുന്നുണ്ട്. അത്രയും പ്രയോജനമുള്ളതുകൊണ്ട് ഇപ്പൊ എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ്, അതുകൊണ്ട് എല്ലാവരും മേടിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ 1 കിലോയുടെ ഇത് 5 മില്ലറ്റ്സ് ഞാൻ കാണിച്ചല്ലോ. അപ്പൊ ഈ 5 മില്ലറ്റ്സിന്റെ പാക്കറ്റ് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ 2 കിലോ അല്ലെങ്കിൽ 3 കിലോ പച്ചരിയായിട്ട് മിക്സ് ചെയ്തിട്ട് അതിന് ആവശ്യത്തിനുള്ള അളന്ന് തലേദിവസം വെള്ളത്തിലിടുക. അല്ലെങ്കിൽ ഒരു 6 മണിക്കൂർ രാവിലെ കുതിർക്കാനിടുക. ഉച്ച കഴിയുമ്പോൾ നമ്മൾ ജീരകവും പിന്നെ ഇഞ്ചിയും പിന്നെന്താ തേങ്ങ എല്ലാം ചേർത്ത് ചെറിയുള്ളി ഒക്കെ ചേർത്തിട്ട് നമ്മൾ ദോശയ്ക്ക് അരച്ചു വെക്കുമ്പോൾ തന്നെ, ഒരു അപ്പത്തിന് അരച്ചു വെക്കുമ്പോൾ, ദോശയ്ക്ക് അരച്ചു വെക്കുമ്പോൾ അരച്ച് പുളിപ്പിക്കാൻ വെക്കാം. വേണമെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നെയ്യ് ചേർത്തിട്ട് ചുട്ടെടുക്കാം. ഇല്ലെങ്കിൽ പിറ്റേ ദിവസത്തിന് പൊളിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെ. എന്നിട്ട് നമുക്ക് നല്ല ദോശയായിട്ട് ചുട്ടെടുക്കാം. ഇനി കുറെ പേര് ഇതുകൊണ്ട് കഞ്ഞിയായിട്ട് വെച്ചിട്ട് കുടിക്കുന്നുണ്ട്. ഞാൻ ഇതുകൊണ്ട് കഞ്ഞി വെക്കുകയാണെങ്കിൽ ചെറിയൊരു ചവർപ്പ് ഉണ്ട്. അത് പോകാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത്, അതിലേക്ക് ഉലുവയിടും, പിന്നെ വെളുത്തുള്ളി ഇടും, കറിവേപ്പില ഇടും, പിന്നെ പച്ചമുളക് 2 തന്നെ കീറിയിടും, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇടും, പിന്നെ തേങ്ങാപ്പാൽ ലാസ്റ്റ് ചേർക്കുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് 3-4-5-6 തവണ വിസിലടിക്കും. കുറച്ചെടുത്താൽ മതി. അങ്ങനെ എന്നിട്ട് പച്ചരിയും കൂടി മിക്സ് ചെയ്ത് തന്നെ ഞാൻ എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അങ്ങനെ അത് ഞാൻ ലാസ്റ്റ് തേങ്ങാപ്പാൽ ചേർക്കും. എന്നിട്ട് ഒന്നുകൂടെ ജസ്റ്റ് തിളപ്പിച്ചെടുക്കും. അത് നല്ല രുചിയാണ്. അങ്ങനെ കഞ്ഞിയായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാം കേട്ടോ. അപ്പൊ 2 പേർക്ക് ഒത്തിരി നല്ല മില്ലറ്റ്സ് ഒക്കെ അറിയാലോ എന്തോരം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിയോ ഗോതമ്പോ ഒന്നുമല്ല, ധാന്യങ്ങളാണ്. അതായത് 1 കിലോ വിറ്റാമിനാ നമ്മൾ വിൽക്കുന്നതെന്ന് പറയാം. അത്രയ്ക്ക് 1 കിലോ ഹെൽത്താ നമ്മൾ വിൽക്കുന്നതെന്ന് പറയാം. അത്രയും പ്രയോജനമുള്ളതാണ്. മില്ലറ്റ്സ് നിങ്ങൾ കഴിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. നിങ്ങൾ യൂട്യൂബിലെ ഡോക്ടേഴ്സിന്റെ ഒക്കെ വീഡിയോസ് നോക്കി നോക്കൂ. അത്രയും പ്രയോജനമുള്ളതാണ്. മില്ലറ്റ്സ് ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. യൂറിക് ആസിഡ് ഒന്നും അടിയാതെ, നല്ല പ്രോട്ടീൻ ആയതുകൊണ്ട്. പക്ഷെ അത്രയും ഹെൽത്ത് ബെനിഫിറ്റ് ആണ്. പിന്നെ പിള്ളേർക്കൊന്നും ഒത്തിരി കൊടുക്കണ്ട, പ്രോട്ടീൻ ആയതുകൊണ്ട്. നമ്മളാണെങ്കിൽ വാരി വലിച്ച് 3 നേരം മില്ലറ്റ്സ് കഴിക്കരുത്. ഓവർ പ്രോട്ടീൻ ആയാൽ നമുക്ക് ഭയങ്കര കോൺസ്റ്റിപ്പേഷനും കാര്യങ്ങളും, ശരീരത്തിന് ഓവർ പ്രോട്ടീൻ്റെ ആവശ്യമില്ല, ആവശ്യത്തിന് മതി. ആ രീതിക്ക് അങ്ങനെ കഴിക്കാം. പക്ഷെ അത്രയും ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ്. അത്രയ്ക്ക് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ്. അതുകൊണ്ട് മില്ലറ്റ്സ് എന്തായാലും കഴിക്കണം. അപ്പൊ ഈ പുള്ളിക്കാരി നമ്മളെടുത്ത് 1 കിലോ മില്ലറ്റ്സ് മേടിച്ചേക്കണേ. അപ്പൊ ഞാനിത് പാക്ക് ചെയ്ത് വെക്കട്ടെ കേട്ടോ.
പിന്നെ ഒരു കാര്യം, മില്ലിറ്റ്സ് മേടിക്കുമ്പോൾ ഇതിന്റെ പുറമേയുള്ള പ്രിന്റ് അശോചിച്ച് നമ്മൾ പ്രിന്റ് ഇവിടെ അപ്പപ്പം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് 10,000 പ്രിന്റ് ഒക്കെ ഒന്നിച്ചെടുത്ത് വെപ്പിക്കും. അപ്പൊ അതില് എഴുതിയേക്കണ ആ ലിസ്റ്റിലുള്ള സാധനങ്ങളല്ല ഞാൻ ഇതിനകത്ത് ഇട്ടേക്കണേ കേട്ടോ. റെഡ് റൈസ് ഒക്കെ പണ്ട് നമ്മൾ കൊടുത്തോണ്ടിരുന്ന, ആദ്യം മില്ലറ്റ്സ് തുടങ്ങിയപ്പോ കൊടുത്തോണ്ടിരുന്ന ആ ലിസ്റ്റ് തന്നെയാണ് അവൻ പ്രിന്റ് എടുത്തത്. മിസ്റ്റേക്ക് ആയിപ്പോയി. അങ്ങനെ ബാക്കിയൊക്കെ പ്രിന്റ് സാധനം പുതിയതാണോ, ഇപ്പൊ ഞാൻ ബാക്കി ചെയ്താണ് 2 ദിവസം മുമ്പ്. അങ്ങനെ ഞാൻ പറയും ആ ലിസ്റ്റ് അല്ല, ആ സാധനം അല്ല ഇതിനകത്തുള്ള 5 എണ്ണം. ഞാനത് ലിസ്റ്റിന് പുതിയത് ഇത്രയും നമ്മൾ പ്രിന്റ് എടുത്ത് വെച്ചിട്ട് ഒത്തിരി പൈസന്റെ, അങ്ങനെ അതുകൊണ്ട് ഞാനത് തിരുത്താത്ത. പിന്നെ പേനയും കൊണ്ടൊക്കെ തിരുത്തി എഴുതണം എന്നൊക്കെ ഉണ്ടായിരുന്നു. എനിവേ ഞാൻ ആദ്യം പറഞ്ഞ 5 മില്ലറ്റ്സ് ആണ് നമ്മുടെ 1 കിലോ പാക്കറ്റ് കേട്ടോ. എല്ലാ മാസവും നമ്മൾ 30 കിലോ മില്ലറ്റ്സ് വെച്ച് ഞാൻ മേടിക്കും. ആ 30 കിലോ നമുക്ക് ആ മാസം കൊടുത്തു തീർക്കാനുണ്ടാവും. എന്നിട്ട് 30 കിലോ വെച്ച് 5 മില്ലറ്റ്, അപ്പൊ 150 കിലോ നമ്മൾ എല്ലാ മാസവും മേടിക്കും. എന്നിട്ട് നമ്മൾ അങ്ങനെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇത് നമ്മളോടൊരു കൊച്ച് റീസെയിലിന് വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഒരു പുള്ളിക്കാരി മേടിച്ചേക്കണയാണ് കേട്ടോ. അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അതുകൊണ്ട് പുള്ളിക്കാരി 5 നമ്മുടെ ബോഡി മോയ്സ്ചർ രാത്രി കിടക്കുമ്പോൾ മൊത്തം വെച്ചിട്ട് കിടക്കാൻ, രാവിലെ കഴുകി കളഞ്ഞാൽ മതി. ഒത്തിരി നല്ലതാണ്. വിവാക്സ് കോക്കനട്ട് ഓയിൽ, ശുദ്ധമായ കോക്കനട്ട് ഓയിൽ, വിവാക്സ്, അതുപോലെ വെജിറ്റബിൾ ഗ്ലിസറിൻ, പിന്നെ എസൻഷ്യൽ ഓയിൽ, അതാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നുള്ളൂ. അപ്പൊ അത്രയും നല്ല സാധനമാണ്. നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പിള്ളേർക്ക് യൂസ് ചെയ്യാം, പിന്നെ റീസെയിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. നല്ല ഓർഗാനിക് ആയിട്ട് സേഫ് ആയിട്ട്, ഒരു കെമിക്കലും ഇല്ല, ഫുള്ളി ഗവൺമെന്റ് ടെസ്റ്റഡും ആണ് കേട്ടോ. അപ്പം അങ്ങനെയാണ് ഇതിന്റെ സ്ഥിതി. അപ്പൊ ഇത് നോക്കൂ, റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി മേടിച്ചിട്ടുണ്ട് 5 എണ്ണ. അതങ്ങനെ. പിന്നെ 5 ബ്യൂട്ടി ഓയിൽ മേടിച്ചിട്ടുണ്ട്. ബ്യൂട്ടി ഓയിൽ കണ്ടന്റ് നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ആയുർവേദ മരുന്നുകളും കസ്തൂരി മഞ്ഞളും റോസാപ്പൂവിന്റെ പെറ്റലും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ റെഡിയാക്കി എടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെയാണ്. അപ്പം അത് ഞാൻ എപ്പോഴും വീഡിയോ ഒക്കെ ഇടുന്ന നിങ്ങൾ കാണുന്നില്ല. അപ്പൊ അതും റീസെയിൽ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ റീസെയിൽ ചെയ്യാൻ വേണ്ടി ചോദിക്കുമ്പോൾ അവർ ഓൾറെഡി എന്നോട് ഇച്ചിരി പൈസ കുറച്ച് കൊടുക്കുമെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ സെയിൽ ചെയ്യുന്ന പൈസക്കല്ല കൊടുക്കുന്നത്, ഞാൻ കുറച്ച് കൊടുക്കും. അങ്ങനെ പിന്നെ ഇപ്പൊ ഇവര് സ്റ്റാർട്ട് ചെയ്തു 5 എണ്ണം 10 എണ്ണം സ്റ്റാർട്ട് ചെയ്തു. ഇനി ഇവര് 25 എണ്ണം 50 എണ്ണം അങ്ങനെ എടുക്കും. അങ്ങനെ കുറേ എടുക്കുന്നവർ നമ്മുടെ അടുത്തുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് പെട്ടെന്ന് തീരും. അപ്പൊ നമുക്ക് ചിലപ്പോൾ 3 ദിവസം 4 ദിവസം ഒക്കെ കൂടുമ്പോൾ അടുത്ത പ്രൊഡക്റ്റ് നമ്മൾ ബോഡി മോയ്സ്ചറും ബ്യൂട്ടി ഓയിലും ഒക്കെ ഉണ്ടാക്കേണ്ടി വരും. ഒരു കുറേ പേര് ഇപ്പൊ എന്റെ അടുത്ത് അങ്ങനെ എടുക്കുന്നുണ്ട്. അങ്ങനെ അപ്പൊ അവർക്ക് ഉപകാരം. ഇപ്പൊ മരത്തവി 50 എണ്ണം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞില്ല. അത് ലേഡീസ് അല്ലേ, നമ്മുടെ ചുറ്റുമുള്ളവരോട് തന്നെ, നമ്മുടെ ഇപ്പം തൊഴിലുറപ്പിനൊക്കെ പോകുമ്പോൾ അങ്ങനെയുള്ളവർക്ക് അവിടെ കാണിക്കുമ്പോൾ അവരെല്ലാവരും മേടിക്കും. തൊട്ടടുത്തുള്ള നമ്മൾ മീറ്റിംഗ്സിനൊക്കെ പോകുമ്പോൾ, ക്ലബ്ബുകളിലൊക്കെ പോകുമ്പോൾ അങ്ങനെയുള്ളവർ മേടിക്കും. അങ്ങനെയൊക്കെ എല്ലാവരും മേടിക്കും. നമ്മുടെ ചുറ്റുപാട് പള്ളിയിൽ പോകുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും പള്ളി അങ്ങനെയുള്ള ലേഡീസിന്റെ ഗ്രൂപ്പുകളുണ്ടല്ലോ, വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ, അങ്ങനെയുള്ളവർ മേടിക്കും. അങ്ങനെയൊക്കെയാണ്. പിന്നെ അവർ പേഴ്സണലി അവരെ യൂസിന് വേണ്ടി സോപ്പ് ഡിഷ്, ഇതറിയാലോ, ഇതിന്റെ അടിയിലേക്കാണ് ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. അതിലേക്കാണ് നമ്മൾ സോപ്പ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഡിഷ് വാഷിന്റെ സൊല്യൂഷൻ ഒഴിച്ചു വെക്കേണ്ടത്. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരേ വട്ടം വരും. പിന്നെ ആ ഒരു സ്പഞ്ച് ഇതിനകത്ത് ഇട്ട് വെക്കുകയും ചെയ്യാം. ഇതിനകത്ത് സ്ഥലമുണ്ട്. ഇതെല്ലാവരും മേടിക്കുന്നുണ്ട്. അടിപൊളി, തുറന്നു പോത്തേ ഇല്ല. അതാണ് അതിൻ്റെ കൂടെ. പിന്നെ അവര് കുറച്ച് ലിപ് ബാം, റെഡ് ലിപ് ബാമും പിങ്ക് ലിപ് ബാം അങ്ങനെയൊക്കെ മേടിച്ചിട്ടുണ്ട് 5 എണ്ണം. പിന്നെ ഇതായി മൈക്രോഫൈബറിന്റെ കിച്ചൺ ക്ലോത്ത്, അത് മേടിച്ചിട്ടുണ്ട്. കിച്ചൺ ക്ലോത്ത് അല്ല, എല്ലായിടും തുടയ്ക്കാം അങ്ങനെ. പിന്നെ ഇത് ബ്യൂട്ടി ബോക്സ് എന്നുള്ള പേരിൽ തുറന്ന് ഇതിനകത്ത് നമുക്ക് ബ്രഷോ പേസ്റ്റോ ഒക്കെ ഇട്ട് നമ്മൾ ബാഗിൽ ഇട്ടിട്ട് ഒരു ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര ട്രാവൽ ഫ്രണ്ട്ലി ആണ്. ഇല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് ഐറ്റംസ്, ലിപ്സ്റ്റിക്കും ലിബാമും ഐലൈനറും അങ്ങനത്തെ എല്ലാം ഇട്ടിട്ട് ബാഗിൽ വെക്കാം. അടിപൊളിയാണ്. തുറന്ന് കാണിക്കാതെ. ഇത് കേട്ടോ, നല്ല ടൈറ്റ് ആണ് താനും. ഇത്രയും സ്പേസും ഉണ്ട്. അപ്പൊ ഒരു വലിയ ബ്രഷ് ഒക്കെ കൊള്ളുന്ന അത്രയും, പേസ്റ്റ് ഒക്കെ കൊള്ളുന്ന അത്രയും കൊള്ളും. നല്ലതാ. പെട്ടെന്നൊന്നും തുറന്നു പോത്തേയില്ല, വലിച്ചു തുറക്കണം. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് നല്ല മുറുക്കമുണ്ട്. സേഫ് ആയിട്ട് നമ്മുടെ ബാഗ് കിടക്കും. അതാണ് ഇതിന്റെ ഒരു പർപ്പസ് കേട്ടോ. അപ്പൊ ഇത് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇവര് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ കൂടുതൽ അവർ നമ്മളോട് മേടിക്കും. അങ്ങനെയാണ് ഈ പ്രൊഡക്റ്റുകളുടെ ഒക്കെ കിച്ചൺ. അപ്പൊ ഇത് പാക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് പോയി. അപ്പൊ ഞാൻ പക്ഷി കുഞ്ഞുങ്ങളുടെ ഡോഗ്സിന്റെ ഒക്കെ എടുത്ത് പോയിട്ട് വന്നതാണ്. പറഞ്ഞു വന്ന നമ്മുടെ അസൂയല്ലേ സബ്ജക്റ്റ്, നമ്മുടെ അസൂയല്ലേ സബ്ജക്റ്റ്. അപ്പം ഈ അസൂയ എന്ന് പറയുന്ന അസൂയക്കാരെ ഒരു പരിധിയെ കൂടുതൽ നമ്മൾ അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾ അവരുണ്ടാക്കും. ഒന്നാമത് പാരവെപ്പ്, ഇല്ലാത്ത പരദൂഷണം മുഴുവൻ നമ്മളെ കുറിച്ച് പറഞ്ഞുണ്ടാക്കും. പാരവെപ്പ്. പിന്നെ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തും ഒത്തിരി. അവർക്കെല്ലാം ന്യൂസ് പിടിക്കണം, ന്യൂസ് അറിയണം. അതിനുവേണ്ടി നമ്മളോട് ചാറ്റ് ചെയ്യുക, മിണ്ടുക, വരിക, വന്നിങ്ങനെ വീടുകളിലൊക്കെ അട്ടിപ്പേറിയിരിക്കുക. അങ്ങനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യും. എന്നിട്ട് നമ്മളെ കുറിച്ച് നമ്മുടെ മുമ്പിൽ ചിരിക്കും, ബാക്കിൽ നിന്ന് ബാക്ക് സ്റ്റാബ് ചെയ്യും. അതാണ് ഇവരുടെ ഒരു ബേസിക് നേച്ചർ അസൂയുള്ളവരുടെ. ആക്ച്വലി അസൂയ എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. അത് നമുക്ക് അങ്ങനെ തിരുത്തി കൊടുക്കാനോ അല്ലെങ്കിൽ ജന്മനാ ഉള്ളതാ ഇപ്പൊ ഒരാൾക്ക് ഒരു അസൂയ എന്ന് പറയുന്നത്.
ഇപ്പം നമ്മൾ ചിലരെ കണ്ടിട്ടില്ലേ, അസൂയയില്ലാത്ത മനുഷ്യരെ, അങ്ങനെയുള്ളവരോടാണ് നമ്മൾ കൂട്ടുകൂടേണ്ടത്. ഒരു നാച്ചുറൽ അസൂയൊക്കെ ഓക്കെ, ഹെൽത്തി അസൂയ വേണം. അതായത് ഇപ്പം നമ്മളൊരു പെങ്കൊച്ചിനെ കാണുവാണ്, നല്ല ഫിറ്റ് ആയിട്ടിരിക്കുന്നു, മിടുക്കിയായിട്ടിരിക്കുന്നു, അപ്പൊ നമുക്ക് ചെറിയ അസൂയ തോന്നാം. ആ അസൂയ വരാം, തോന്നുന്നത് നല്ലതാണ്. അപ്പൊ നമ്മളും തീരുമാനിക്കണം, എന്ത് ഫിറ്റ് ആയിട്ടിരിക്കുന്നു, മിടുക്കിയാണല്ലോ, എനിക്കും ഇങ്ങനെ ഫിറ്റ് ആവണം. അപ്പൊ നമുക്ക് വേണേ അവരോട് ചോദിക്കാം, നിങ്ങൾ എന്താ ചെയ്യുന്നേ, എങ്ങനെയാ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ടോ, ഫിറ്റ് ആവാൻ എന്താ ചെയ്യുന്നത്, എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ, കുടിക്കുന്നുണ്ടോ, ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പൊ അവര് നമുക്ക് ചിലപ്പോൾ പറഞ്ഞു തരും, ചിലപ്പോൾ പറഞ്ഞു തരില്ല, ഓക്കെ. പക്ഷെ നമ്മൾ ആ രീതിക്ക് അത് മനസ്സിലാക്കി എടുത്തിട്ട് ഇപ്പൊ അവർ എക്സസൈസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു തരുവാണെങ്കിൽ എന്ത് എക്സസൈസാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളത് ഫോളോ ചെയ്യുക. അതൊരു ഹെൽത്തി അസൂയാണ്. നമുക്ക് ഫിറ്റ് ബോഡി ആയി കിട്ടുന്നതാണ്. ഇനി നല്ല മുടിയുള്ള ഇപ്പം കൊച്ചു നമ്മൾ കാണാം, നമുക്ക് അസൂയപ്പെടാം, എന്നാ നല്ല മുടിയാണ്, ഞാനൊക്കെ അങ്ങനെ സൗന്ദര്യമുള്ളവരെ, ഹെൽത്ത് ഉള്ളവരെ അങ്ങനെ കണ്ടാൽ എനിക്ക് നല്ല അസൂയ വരും. പക്ഷെ ഞാനത് എന്റെ കൂട്ടുകാരികളോടും ഒക്കെ പറയുകയും ചെയ്യും. അശ്വിനോട് വരെ പറയും, എന്നാടോ നോക്കടോ എന്തരോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, അത് ഹെൽത്തി അസൂയ. ആ രീതിയിലേക്ക് നമുക്ക് മാറാം. അല്ലാതെ ഒരാളെ കണ്ടു അവർക്കെതിരെ പിന്നെ മുഴുവൻ പരദൂഷണം പറയാ, പാര വെക്കുക, പോര് കുത്തുക, എന്നൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ബാക്ക് സ്റ്റാബ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നതാണ് ഭയങ്കര ഡേഞ്ചർ ആയിട്ട് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള അസൂയ. അങ്ങനെയുള്ളവരോട് നമ്മൾ അടുക്കാനേ പാടില്ല. നമുക്ക് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവനം കൊണ്ട് അവരെ കട്ട് ചെയ്ത് കളയാന്നുള്ളതാണ് നമ്മുടെ മനസ്സമാധാനം, സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത്. എന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ കുറേ കൂറുകൾ വന്നു ചേർന്നവരുണ്ട്, ഉള്ളവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം ഒരു ഉദാഹരണം പറയാം കേട്ടോ. എന്റെ ഒരു റിലേറ്റീവ് പെണ്ണാണ്, ഒരു സ്ത്രീ. ആ സ്ത്രീക്ക് ഓൾറെഡി ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ള സ്ത്രീയാണ്. ഫാമിലി ലൈഫ് ഒന്നും ഓക്കെ അല്ല. അങ്ങനെ എന്റെ അത്യാവശ്യം ക്ലോസ് റിലേറ്റീവ് തന്നെയാണ്. ഓക്കെ. അപ്പൊ എന്നെ കൊണ്ട് പറ്റും പോലെ, എനിക്ക് അതിനോട് സഹതാപമാണ്. ഓക്കെ, എന്നെ കൊണ്ട് പറ്റും പോലെ മാക്സിമം ഞാൻ അതിനെ മെന്റലി, ഇമോഷണലി, ഫിസിക്കലി ഒക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അങ്ങനെ ഓക്കെ. പാവല്ലേ, ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും, അവളുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുക, അതിന് സൊല്യൂഷൻ ഇതാക്കി കൊടുക്കുക. വെറുതെ നമ്മുടെ സമയം കളഞ്ഞ മണിക്കൂറുകളോളം നമ്മളോട് സംസാരിക്കും, ചാറ്റ് ചെയ്യും, മിണ്ടും, അങ്ങനെയൊക്കെയാണ്. ഓക്കെ. പക്ഷേ ഈ പെണ്ണിന്റെ സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ റിലേറ്റീവ് തന്നെയാണ്, പക്ഷെ പെണ്ണിന്റെ സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും പൂർവ്വ സ്വഭാവം. നമ്മുടെ അടുത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കും. എന്നിട്ട് പിന്നെ നമ്മളെ കുറിച്ച് പറയാത്ത അപവാദമൊന്നുമില്ല, എല്ലാവരും എടുത്തോടെ എന്നിട്ട് പിന്നെ അടുത്ത ബന്ധുക്കളെ കാണുമ്പോൾ അവരോട് മുഴുവൻ പാര വെച്ച് കൊടുക്കും. അവളെങ്ങനെയാ, അവളെങ്ങനെയാ, എങ്ങനെയാ, ചേച്ചി അങ്ങനെയാ, ചേച്ചി ഇങ്ങനെയാ, ചേച്ചിക്ക് അങ്ങനെ 100 പാര വെച്ച് കൊടുത്തോണ്ടിരിക്കും. ചുമ്മാ ഉള്ള ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഒരു ദേഷ്യ സങ്കടത്തിനോ നമ്മുടെ കൂടെയുള്ളവരെ കുറിച്ചോ അല്ലെങ്കിൽ ആരെ കുറിച്ചെങ്കിലും ഒരു കുറ്റമൊക്കെ പറയും. ഞാൻ അങ്ങനെ ശരിക്കും കുറ്റം പറയുന്ന കൂട്ടത്തില്ല. മീൻസ് ഈ ദേഷ്യം വന്ന് ഞാൻ പച്ചയ്ക്ക് പറയും. ഈവൻ അച്ഛനെ കുറിച്ചൊക്കെ ഞാൻ പറയും. അത് പക്ഷെ ആ ഒരു അർത്ഥത്തിൽ എന്ന് വെച്ചാൽ എനിക്ക് അവനെ ഇഷ്ടമില്ല, അല്ലെങ്കിൽ ഞാൻ അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നടക്കാം, അങ്ങനെയാണോ? അങ്ങനെ അല്ലല്ലോ ഇതിന്റെ അർത്ഥം. അത് മനസ്സിലാക്കി എടുക്കണം അല്ലെ? അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നവരോട് നമ്മൾ സംസാരിക്കാറുള്ളൂ. അതൊക്കെ പിന്നീട് എനിക്ക് മനസ്സിലായതാ അങ്ങനെ കാര്യങ്ങൾ. എന്നിട്ട് ഇത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം 10 ഇരട്ടി പൊലിപ്പിച്ചിട്ട് പറയും. പിന്നെ പറയാത്ത കാര്യങ്ങൾ ഈ പെണ്ണിന്റെ ബേസിക് നേച്ചർ ഇത് വെച്ചില്ല. ബേസിക് നേച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് വന്നിരുന്നിട്ട് വെറുതെ മെനക്കെടുത്തി വരും, അങ്ങനെ കെട്ടിയെന്നുള്ളിൽ വരും ഒരാവശ്യമില്ലാതെ. എനിക്ക് ഇഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ നമ്മളോട് കോപ്പറേറ്റ് ചെയ്യുന്നവരോ ഒക്കെ വന്നിരിക്കുന്നതിൽ എനിക്ക് കുഴപ്പമില്ല. നമ്മുടെ ബന്ധുക്കള് ഒരു ഉപകാരം ഇല്ലാതെ ഇങ്ങനെ പാര വെക്കുന്നവരിക്കണം കയറി വരുന്നത് എനിക്ക് ആക്ച്വലി എനിക്ക് ഇഷ്ടമില്ല. ഭയങ്കര നെഗറ്റീവ് എനർജിയാണ്. പിന്നെ നമ്മുടെ പണിയെല്ലാം മുടങ്ങും. അതാണ് ഒരു പ്രധാന കാര്യം. ഇവരെ ശുശ്രൂഷിക്കണം, ഇവർക്ക് ഫുഡ് ഉണ്ടാക്കണം, ഇവരുടെ വർത്താനം കേട്ടിരിക്കണം, ഇങ്ങനെ. പിന്നെ എനിക്ക് കുറ്റം പറയണത് എനിക്ക് തീരെ താല്പര്യമുള്ള കാര്യമല്ല. ഈ ബന്ധുക്കളുടെ അങ്ങോട്ടും കുറ്റം പറയുന്നത് എനിക്ക് ഇഷ്ടമേ ഇല്ല. അത് ഭയങ്കര പാര വരുമെന്ന് എന്റെ അനുഭവത്തിൽ തന്നെ കുറെ ഉണ്ട്. പറഞ്ഞില്ലേ തന്നെ പാര വരും. അപ്പൊ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലോ അതെനിക്ക് ഇഷ്ടമില്ല. പിന്നെ അങ്ങനെ കുറ്റം പറയുന്നത് ഭയങ്കര നെഗറ്റീവാ. എല്ലാവർക്കും കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, അത് നമ്മളിങ്ങനെ അന്വേഷിച്ച് പിടിച്ച് അതിങ്ങനെ വേറൊരാളോട് പൊലിപ്പിച്ച് പറഞ്ഞ് അതെനിക്ക് ഇഷ്ടമേ ഇല്ല. ഏത് ഫാമിലിയിലാ പ്രശ്നങ്ങളില്ലാത്ത അല്ലേ? വഴക്കും പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊതികുത്തും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ കുറെ പേർക്ക് പൈസ നഷ്ടം വരും, കുറെ അബദ്ധങ്ങൾ ചാടി. ഇതൊക്കെ നോർമൽ അല്ലേ? അതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടീ അവർക്ക് അത്രയും പൈസ നഷ്ടം വന്നു, അവർക്ക് ഇത്രയും പൈസ നഷ്ടം വന്നു, അങ്ങനെ വേണം ഇങ്ങനെ വേണം, ഇങ്ങനെ പറയുന്നതിലൊന്നും അർത്ഥമില്ല. നമുക്കും വരാം അവർക്കും വരാം. ഒക്കെ അങ്ങനെ എനിക്കത് ഇഷ്ടമില്ല കാര്യം മറ്റുള്ളവരെ ന്യൂസ് പിടിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കണേ. എന്നാലും ഓക്കെ, ഞാൻ ആക്സെപ്റ്റ് ഒക്കെ വരുവാന്ന് പറയുമ്പോൾ വന്നോട്ടെ നോക്കും. അങ്ങനെ എന്നിട്ട് നമ്മള് ഫുഡ് ഉണ്ടാക്കി, ചായ ഉണ്ടാക്കി, ചോറുണ്ടാക്കി, അങ്ങനെയൊക്കെ എല്ലാം കൊടുക്കും. രാവിലെ ഒരു വൈകുന്നേരം വരെ നമ്മൾ മെനക്കെടുത്തി ഇവിടെ ഇരിക്കും. ഓക്കെ,
ഈ ഇരിക്കുന്ന സമയത്ത് മുഴുവനും നമ്മുടെ ബന്ധുക്കളുടെ, നാട്ടുകാരുടെ, അവരുടെ ഇവരൊക്കെ കുറ്റം പറച്ചില്ല. അതെല്ലാം നമ്മൾ കേൾക്കും. അതിന്റെ ഇടയ്ക്ക് നമ്മൾ കഷ്ടകാലത്തിന് ആരെ കുറിച്ചെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ പെണ്ണ് അതിന്റെ 10 ഇരട്ടി പോയിട്ട് എല്ലാവരും എടുത്ത്, ഇവക്ക് തന്നെ പണി ഇങ്ങനെ തന്നെ നടന്ന് അടുത്ത ബന്ധുക്കളുടെ അടുത്ത് പോവാ, അവിടെ പോയി ഇവിടെ പോയി എല്ലാവരോടും പറഞ്ഞു കേൾപ്പിക്കാം. ബിന്ദു ചേച്ചി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് അനുഭവങ്ങളായി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എന്തോ നമ്മൾ പറയാതെ. എന്നിട്ട് അവര് നമ്മളോട് ഡയറക്റ്റ് ചിലപ്പോൾ പറഞ്ഞോണമെന്നില്ല, പക്ഷെ അവര് അത് പെരുമാറ്റത്തിലും ഇതിലൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ എനിക്ക് കുറച്ച് സംഗതികൾ മനസ്സിലായി. ഇവളുടെ ബേസിക് നേച്ചർ, ഇവള് മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മളെ കുറിച്ച് ഇങ്ങനെ വന്നിരുന്ന് മറ്റുള്ളവരോട് പറയുമെന്ന് മനസ്സിലായി. അത് പിന്നെ ഞാൻ പെണ്ണെ അടുപ്പിക്കാതെയായിട്ട് എനിക്ക് തീരെ ഇഷ്ടമില്ലാതെ. ഇനി ഇതുപോലെ വേറെ ഒരു അനുഭവം പറയാം. ഒരു പെങ്കൊച്ചുണ്ട് കേട്ടോ, അതിന്റെ കാര്യമാണ്. ഹസ്ബൻഡൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങള് ഭയങ്കര വഴക്കുണ്ടാക്കും ഇവിടെ. എന്നിട്ട് വഴക്ക് കൂടിയിട്ട് ഇവള് ഫോൺ വിളിച്ചിട്ട് നമുക്ക് തരും. നമ്മളത് മുഴുവൻ കേട്ടോണ്ടിരിക്കണം. ഈ ഹസ്ബൻഡ് വിളിക്കുന്ന തെറിയും ചീത്തയും അതൊക്കെ എന്തൊരു മെന്റൽ സ്ട്രെസ് നമുക്കെന്നറിയോ. ഓൾറെഡി എനിക്കിങ്ങനെ, ഞാൻ ഭയങ്കര സെൻസിറ്റീവാ. എനിക്കിങ്ങനെ ഒരാൾ എന്നെ ഓവർ കുറ്റപ്പെടുത്തുന്നത്, എന്റെ പുറകെ നടന്ന് എന്നെ ടോർച്ചർ ചെയ്യുന്നത്, അല്ലെ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് താങ്ങാനേ പറ്റത്തില്ല. എനിക്കത് ഇഷ്ടമില്ല. എനിക്ക് ഭയങ്കര നെഗറ്റീവ് വൈബ്രേഷൻ ആയിട്ട് എനിക്ക് പിന്നെ ബാക്കിയുള്ള ജോലികൾ സന്തോഷമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു ദിവസമെങ്കിലും. അങ്ങനെ എനിക്കത് ഇഷ്ടമേ ഇല്ല. ഇങ്ങനെ രാവും പകലും നമ്മുടെ പുറകെ നടന്ന് ചൊറിഞ്ഞോണ്ട് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാ, തമാശ പറയാ, ചിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, നമുക്ക് എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ട് അത് പറയാ, ഹെൽപ്പ് ചെയ്യുക, ഈച്ചതർ സ്നേഹിക്കുക, കെയർ ചെയ്യുക, നല്ല ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക, സിനിമ കാണുക, പോവുക, കറങ്ങി നടക്കുക, ഇതൊക്കെയല്ലേ വേണ്ടത്. അതൊക്കെയാണ് എൻ്റെ ഒരു ഡ്രീം, എൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് പകരം നമ്മളിങ്ങനെ ടോർച്ചർ ചെയ്യുക, 24 മണിക്കൂർ ചെവിയിലിച്ച പോലെ നമ്മുടെ കുഴപ്പങ്ങൾ അത് ഇല്ലാത്തത് ഉള്ളത് എല്ലാം നമ്മളെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുക, പിന്നെ കടുത്ത അസൂയ കാണിക്കുക നമ്മളോട്, പിന്നെ നമുക്ക് വെക്കാവുന്ന പാരകൾ മൊത്തം വെക്കുക, നമ്മളെ കുറിച്ച് നമ്മുടെ പിന്നെ ബന്ധുക്കളോടും അവരോടും ഇവരോടും എല്ലാം പാര പണിത് കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ളവർ എനിക്ക് ടോർച്ചർ, ഈ മെന്റൽ ടോർച്ചർ, ഇമോഷണൽ ടോർച്ചർ എന്ന് പറയുന്നത് അതെനിക്ക് ഒരു പരിധിയെക്കുള്ളിൽ സഹിക്കാനേ പറ്റത്തില്ല. അങ്ങനെയുള്ളവരെ ഞാൻ എനിക്ക് എത്ര ക്ലോസ് ആണെങ്കിലും ഞാൻ ഭൂമിയോളം ഞാൻ ക്ഷമിക്കും. അത് കഴിഞ്ഞാൽ ഞാൻ കട്ടാക്കി കളയും അവരെ. അതിപ്പോ ആരാണ്, ഈവൻ എന്റെ അച്ഛനാണെങ്കിൽ പോലും ഞാൻ ഓൾറെഡി അവനോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ കട്ടാക്കി കളയുമെന്ന്. കാരണം എനിക്ക് പറ്റത്തില്ല. ആകെ ഒരു ചെറിയൊരു ജീവിതം, അത് കുറേയൊക്കെ നമ്മൾ ക്ഷമിക്കുക, സഹിക്കുക. പിന്നെ അതിന്റെ അപ്പുറത്തോട്ടായി കഴിഞ്ഞാൽ അത് വേണ്ടാന്ന് വെക്കുക, ആ ഒരു റിലേഷനെ വേണ്ടാന്ന് വെക്കും. അതാണ് എന്റെ ഒരു നേച്ചർ. അങ്ങനെ ഞാൻ ഒഴിവാക്കിയേക്കണ കുറെ കൂറകളുണ്ട് കേട്ടോ എന്റെ ലൈഫിൽ. അതിലൊരു പെണ്ണാണ് ഇത്. എന്നിട്ട് ഈ പെണ്ണിങ്ങനെ വന്നിരുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ചായ കൊടുക്കണം, ചോറ് കൊടുക്കണം, എല്ലാം നമ്മുടെ ജോലികളുടെ ഇടയ്ക്കൊക്കെ നമ്മൾ മെനക്കേടാകും. എന്നിട്ട് നമ്മൾ സഹിക്കും. എന്നിട്ട് ഈ പെണ്ണിന്റെ ഹസ്ബൻഡുമായിട്ടുള്ള വഴക്ക് മുഴുവൻ വിളിച്ചിട്ട് അതൊരു തരം ടോർച്ചർ. അവൾ അനുഭവിക്കണം, ഞാനും കൂടി അനുഭവിക്കട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കും വിളിച്ചിട്ട് നമുക്ക് തരും. എന്നിട്ട് ഈ ഹസ്ബൻഡ് പറയണ തെറി, അയാൾ പക്കാ നാർസിസ്റ്റ് ആണ്. അയാൾ അത് നാർസിസ്റ്റുകൾ തന്നെ 5 ടൈപ്പ് ഉണ്ട്. അതില് ഏറ്റവും മാലിഗ്നന്റ് ആയിട്ടുള്ള നാർസിസ്റ്റ് ആണ് ക്യാൻസർ നാർസിസ്റ്റ് എന്ന് പറയാം. അങ്ങനത്തെ അയാൾ പറയണ ചീത്തയും തെറിയും. ആക്ച്വലി പെണ്ണ് സഫർ ചെയ്യുവാണ്. എനിക്ക് പെണ്ണോട് ഇപ്പോഴും സഹതാപമുണ്ട്, പക്ഷെ ഇതിനെ അടുപ്പിക്കാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. എന്നിട്ട് അവള് ജീവിതത്തിൽ അപ്പടി സഫറിങ്സാ. എന്നിട്ട് ഇയാള് പറയണ തെറിയും ചീത്തയും മുഴുവൻ നമ്മളെ കേൾപ്പിക്കുക. ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്തൊരു പ്രഷറാണെന്നറിയോ, എന്തോരു തെറിയും വഴക്കും ചീത്തയും പിന്നെ ഇങ്ങനെ അപഖ്യാതി പറയാന്ന് പറയില്ലേ, എങ്ങനെയൊക്കെ പറയണത് മുഴുവൻ ഫോണിൽ കൂടെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ? ഇത് ഫോൺ വിളിച്ച് നമ്മളോട് സംസാരിച്ച് ചേച്ചി ഇത് കേൾക്കേച്ചി നോക്ക് എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മളെ കൂടെ കേൾപ്പിച്ച് നമുക്കും കൂടി അത് മെന്റൽ ട്രോമ ഉണ്ടാക്കിക്കാം. ഇങ്ങനെയൊക്കെ ഓക്കെ, അത് ഞാൻ സഹിക്കും. ഈ പെണ്ണ് വിളിക്കുമ്പോ തന്നെ നമ്മൾ ഫോൺ എടുക്കണം, അല്ലെങ്കിൽ മെസ്സേജ് വിടുമ്പോൾ അപ്പൊ തന്നെ റെസ്പോണ്ട് ചെയ്തില്ലേ അപ്പൊ കൊതി കുത്തും. അത് എന്തൊരു മെന്റൽ സ്ട്രെസ് ആയിരുന്നു. പിന്നീട് ഇങ്ങനെയൊക്കെയായി പലവട്ടം ഇവരുടെ ബേസിക് നേച്ചർ ഇതാന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ, എല്ലാരെയെ കുറിച്ചും കുറ്റം പറയാ അങ്ങനെ ഇങ്ങനെയാന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ ഞാൻ കാട്ടാക്കി കളഞ്ഞു, ബ്ലോക്ക് ആക്കി കളഞ്ഞു. ഒരു 2 വർഷമായിട്ട് ഞാൻ ഒരു കോണ്ടാക്ട് ഇല്ലാതെ. അതേ പിന്നെ ആ സൈഡിൽ എത്ര സമാധാനം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ കൂട്ടുകാരെ, ആ സൈഡിൽ എന്തൊരു സമാധാനമായി. അതേപോലെയാണ് നമ്മളോട് അസൂയയും കുശുമ്പും കുന്നായ്മയുള്ളത് എത്ര റിലേഷൻ ആണെങ്കിലും, പാരന്റ്സ് ആണെങ്കിലും മക്കളാണെങ്കിലും ഹസ്ബൻഡ് വൈഫ് ആണെങ്കിലും ഒരു പരിധി വരെ നമ്മൾ ക്ഷമിക്കാവുള്ളൂ, സഹിക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ ഓവർ ഡിപ്രഷൻ, ഞാൻ മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് പറയാം, ഓവർ ആങ്സൈറ്റി നമ്മളെ കൊല്ലും, ഓവർ ഫിയർ നമ്മളെ കൊല്ലും. എല്ലാ ഹോർമോൺ ഇംബാലൻസ് ആയിട്ട് നമുക്ക് പിന്നെ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മുടെ നെർവ് അടക്കം നമുക്ക് തളർന്നു പോകും. അങ്ങനെ നമ്മൾ തളർന്ന് തരിപ്പണായി നമ്മുടെ ഹെൽത്ത് ദ്രവിച്ച് ഇതാ എന്റെ ഡെത്താണ്. അപ്പോൾ നോർമൽ ഫിയർ, നോർമൽ ആങ്സൈറ്റി, നോർമൽ വഴക്ക്, നോർമൽ കൊതുകുത്ത് എല്ലാം ഓക്കെ. അബ്നോർമലി നമ്മൾ അതിലേക്ക് പോയാൽ, അബ്നോർമലി നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മൾ അതിലേക്ക് നയിച്ചാൽ ആ
ആ ബന്ധം നിങ്ങൾക്ക് ജീവിക്കണോ, നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കണോ, നിങ്ങൾ ആ ബന്ധം കട്ട് ചെയ്യുക. അതേ നിവൃത്തി ഉള്ളൂ എന്ന് വെച്ചാൽ ആ ബന്ധം കട്ട് ചെയ്യുക. അതാണ്. അടുപ്പിക്കരുത്, ബ്ലോക്ക് ചെയ്ത് കളഞ്ഞേക്കുക, വിളിക്കരുത്, മിണ്ടരുത്, അടുപ്പിക്കരുത്, വീട്ടിൽ പോലും കയറ്റരുത്, അങ്ങനെ ചെയ്തേക്കുക. അവരവരുടെ നേച്ചർ മാറ്റാൻ പോകുന്നില്ല. ഇത് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഓവർ അസൂയ, ഓവർ നാർസിസം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ചേഞ്ച് ആവില്ല. ദൈവത്തിന് പോലും ഇവർ ചേഞ്ച് ആക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ എന്തിനാ അതിനു വേണ്ടി ശ്രമിച്ച് നമ്മുടെ സന്തോഷ സമാധാനം കളയണേ? അപ്പൊ നമുക്ക് എത്രയോ പേരല്ലാതെ കിട്ടും, സന്തോഷമായിട്ട് നമ്മളോട് സംസാരിക്കുന്നവര്, മിണ്ടുന്നവര്, പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ വരുന്നവര്, എന്തെല്ലാം നമുക്ക് ഫ്രണ്ട്സ് ആണ്, ഫ്രണ്ട്സ്, ബന്ധുക്കൾ, ഒരാളല്ലല്ലോ നമുക്ക് ബന്ധുക്കളായിട്ടുള്ള ഇഷ്ടംപോലെ പേരില്ലേ, എത്രയോ നല്ലവരുണ്ട്. അങ്ങനെയുള്ളവരോട് കൂട്ടുകൂടുക, മിണ്ടുക. ഇനിയിപ്പോ ആരുമില്ലേ ഈ ഒരു ലോൺലി ലൈഫിന് എന്തൊരു സന്തോഷം ഉണ്ടെന്ന് അറിയാം. അത് അനുഭവിക്കുന്നവർക്കേ മനസ്സിലാവും. ലോൺലി ലൈഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിപ്രഷനിൽ പോകുന്ന ലോൺലി അല്ല, അല്ലാതെ എലോൺ ആയിട്ടിരിക്കുമ്പോൾ അതേ സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന ഭയങ്കര നല്ലൊരു ഒരു ആറ്റിറ്റ്യൂഡാണ്. എന്ത് രസമാണെന്നറിയോ അത്. അങ്ങനെ അതിൽ നമ്മൾ നമുക്ക് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് വേണം. അതായത് നമുക്ക് ഈ ലോകത്തിനോടും നമുക്ക് ഉള്ളതിനോടും ഭയങ്കര നന്ദി നമ്മൾ ശീലിച്ചെടുക്കുക നമ്മുടെ മനസ്സിലേക്ക്. അങ്ങനെ ശീലിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ലോൺലി ലൈഫ് എന്ന് പറയുന്നത് എന്തൊരു സന്തോഷമാണെന്നറിയോ. നമുക്ക് ഭയങ്കര രസമായി. പിന്നെ നമ്മളുടേതായ ഒരു ലോകത്ത് നമ്മൾ ഇങ്ങനെ ഈ കണ്ട ഇങ്ങനെ ഈ കൂറകളെയും പിന്നെ ഇങ്ങനത്തെ ഈ അലവലാദികളെയൊന്നും അടുപ്പിക്കാതെ നമ്മുടേതായ കുറച്ച് ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും. അവരോട് നമ്മൾ പിന്നെ നമ്മുടേതായ സംസാരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും, വരലും പോലും ഒക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ഒരു ലൈഫ് എന്തൊരു രസമാണെന്നറിയോ. അങ്ങനെ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ജീവിക്കുന്ന ലൈഫ്, ഞാൻ അങ്ങനത്തെ ജീവിതത്തിലേക്ക് എത്തിപ്പെട്ടതാണ്. കാരണം അല്ലാത്ത ലൈഫ് ഞാൻ ഒത്തിരി, ഞാൻ പറഞ്ഞില്ലേ ചെറുപ്പമല്ല, ഞാൻ കൂട്ടുകുടുംബമാണ്, ഒത്തിരി ഞാൻ സോഷ്യലി ജീവിക്കുന്ന വ്യക്തിയാണ്. മെഡിക്കൽ ഫീൽഡാണ്, 10-25 വർഷം ഞാൻ മെഡിക്കൽ ഫീൽഡ്. അപ്പൊ എനിക്ക് ഒത്തിരി പരിചയക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഇങ്ങനെ എക്സ്പോസ് ആവുന്ന ലൈഫാണ്. ഇതിനൊക്കെ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്, നമ്മൾ ഈ ബന്ധുക്കൾ ശത്രുക്കൾ എന്ന് പറയുന്ന കുറെ കൂറകളുണ്ടാവും. ഇങ്ങനെ നമ്മളെ പാര വെക്കുന്ന അവരെ കട്ടാക്കുക, ബാക്കി കുറെ നല്ലവരുണ്ടാവും, അവരെ മാത്രം കൂടെ നിർത്തുക. പിന്നെ സുഹൃത്തുക്കളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ടുള്ളവരെ മാത്രം സെലക്ട് ചെയ്തെടുക്കുക. എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ, ഫീമെയിൽ ഫ്രണ്ട്സ്, അതൊക്കെ. ബാക്കി ഇങ്ങനെ 100 പേരെ കാണുന്നവരെ മുഴുവൻ ഇപ്പൊ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ബാക്കി നമ്മുടെ സോഷ്യൽ യൂട്യൂബിലും ഒക്കെ നിറച്ച് നമുക്ക് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരെയും നമ്മളെ ഫ്രണ്ട്സ് ആക്കി നമുക്ക് വെക്കാൻ പറ്റത്തില്ല, നമ്മുടെ ജീവിതത്തോട് അടുപ്പിച്ച് വെക്കാൻ പറ്റത്തില്ല. കാരണം ബഹുജനം പലവിധം ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡിസോർഡർ ഉള്ളവരുണ്ട്, അവരൊന്നും നമുക്ക് അടുപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ്. ഇതുപോലെ നമുക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഫ്രണ്ട്സ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി നമുക്ക് സന്തോഷം കൂടി വരും. അതായത് നമ്മളോട് പിന്നെ ഹെൽത്തി ആയിട്ടുള്ള അസൂയൊക്കെ അതിന്റെ അപ്പുറത്തോട്ട് നമ്മളെ ഹാം ചെയ്യുന്ന അസൂയുള്ളവരെ അവോയ്ഡ് ചെയ്ത് അകറ്റി നിർത്തുക. അങ്ങനെയാ എന്റെ ജീവിതത്തിലുണ്ടായ കുറേ കാര്യങ്ങൾ ഓരോ ദിവസം ഞാൻ നിങ്ങളോട് പറയാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. എന്നിട്ട് ഈ പണ്ടാരങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ സ്വസ്ഥമായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഡേ ബൈ ഡേ സന്തോഷവും സമാധാനവും ഹെൽത്തും സൗന്ദര്യവും ധനം കടന്നു വരും. അത് നിങ്ങൾക്കറിയാവും. നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള വലയത്തിലാണ് നമ്മളെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ധനം വരെ കൂടി വരും. നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിൽ ഭയങ്കര നമ്മൾ നെഗറ്റീവ് ചിന്തിക്കണ്ടേ. ഒരേ വട്ടം നമ്മൾ അവരെ കുറിച്ച് നെഗറ്റീവ് ചിന്തിക്കുമ്പോൾ നമ്മുടെ ബ്ലഡിലേക്ക് ഇത് കെമിക്കൽസ് ആണ്, ശരിക്കും പറഞ്ഞിട്ടുണ്ട് ബയോ കെമിക്കൽസ് ആണ് ഓരോ ചിന്തയിലും നമ്മുടെ ബ്രെയിനും നമ്മുടെ ഓരോ ശരീരഭാഗവും ഉത്പാദിപ്പിക്കുന്ന പല അവയവങ്ങൾ ഹോർമോണായിട്ട് ഉത്പാദിപ്പിക്കുന്ന. അപ്പൊ ഈ ബയോ കെമിക്കൽ നമ്മുടെ ബ്ലഡിലേക്ക് കലരുമ്പോൾ കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോൺ കൂടും, BP കൂടും, പിന്നെ തലകറക്കം വരും, പാനിക് അറ്റാക്ക് വരും. ഇതെല്ലാം നമ്മുടെ ഹെൽത്തിന്റെ ഓവറോൾ ഹെൽത്തിനെ ബാധിച്ചിട്ട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പിടിക്കും. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി, ആ ഇമ്മ്യൂണിറ്റി നമുക്കെതിരെ തന്നെ തിരിയും. അതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഓവർ സ്ട്രെസ് അടിക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറെ പട്ടാളക്കാരെ പോലെയുള്ള കുറെ ഇതുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്ന കുറെ ഘടകങ്ങളുണ്ട്. ആ പ്രൊട്ടക്ട് ചെയ്യുന്ന ഘടകങ്ങൾക്ക് തോന്നുവാണ് നമ്മുടെ ശരീരം മുഴുവൻ കോർട്ടിസോൾ കൊണ്ട് കയറി വരുന്നു. ദാറ്റ് മീൻസ് എന്തോ വലിയൊരു അറ്റാക്ക് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നു. അപ്പോൾ നമുക്ക് അവരെ അറ്റാക്ക് ചെയ്യാം. നോർമലി ഇരിക്കുന്ന നമ്മുടെ ഇമ്മ്യൂണിറ്റി ഘടകങ്ങൾ അവരെ കയറി അറ്റാക്ക് ചെയ്യും. നമ്മുടെ തന്നെ ശരീരത്തിലുള്ള ബാക്കിയുള്ള ഘടകങ്ങളെയാണ് ഈ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ അറ്റാക്ക് ചെയ്യുമ്പോൾ ആ ഹോർമോണുകളെല്ലാം ഡാമേജ് ആവും.
നമ്മുടെ ശരീരത്തിൽ ഓരോ വട്ടം ഇങ്ങനെ ഇങ്ങനെ ഇമ്പൾസ് പോലെ നെർവുകൾ ഇങ്ങനെ ഒരേ ധർമ്മം നിർവഹിക്കാൻ ഇങ്ങനെ സിഗ്നൽ കൊടുത്തുകൊണ്ടിരിക്കുക. ആ സിഗ്നലിനെല്ലാം കയറി അറ്റാക്ക് ചെയ്യും. അപ്പൊ താളം തെറ്റും. എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവത്തില്ല. സെല്ല് എല്ലാ ദിവസവും റിപ്പയർ ചെയ്യണം. നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് എല്ലാ ദിവസവും റിമൂവ് ആയിക്കൊണ്ടിരിക്കണം. ഇതെല്ലാം സിഗ്നൽ വഴിയാണ് ഇങ്ങനെ സിഗ്നൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഈ ന്യൂറോൺസ് വഴി. അപ്പൊ ഈ സിഗ്നൽ എല്ലാം കൂടി കെട്ടുപിടഞ്ഞ് എന്നാ ചെയ്യണമെന്ന് അറിയാതെ നിങ്ങളൊന്ന് ഇപ്പൊ ഒരു അമ്പലപ്പറമ്പിൽ ഒരു ആന അടഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും, അതേപോലെ നമ്മുടെ ശരീരവും ബ്രെയിനും നമ്മുടെ ശരീരവും കോർഡിനേഷൻ ഇല്ലാതെ ഇങ്ങനെ കുഴഞ്ഞു മറിയും. അപ്പൊ നമുക്ക് എന്ത് നടക്കും? സെൽ റിപ്പയർ നടക്കില്ല, നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് റിമൂവ് ആവില്ല, ഇൻഫ്ലമേഷൻ കുറയില്ല. അപ്പൊ നമ്മുടെ ശരീരം ഡേ ബൈ ഡേ സിക്ക് ആവും. അപ്പൊ ലിവർ ഡാമേജ് ആവും, കിഡ്നി ഡാമേജ്, ടോക്സിൻസ് അടിയല്ലേ, അങ്ങനെ ഇൻഫ്ലമേഷൻ കയറി വരുമല്ലേ, BP കയറുമല്ലേ, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും, കിഡ്നി ഫെയിലിയർ ആവും, ലിവർ ഫെയിലിയർ ആവും, ഇങ്ങനെ പാൻക്രിയാസിനെ ബാധിക്കും, ഓരോ അവയവങ്ങളെ, വയറ്, ഹട്ട് ഹെൽത്ത് എന്ന് പറയുന്ന ഭയങ്കര, ഈ നല്ല ബാക്ടീരിയകൾ നശിച്ചുകൊണ്ടിരിക്കുക. കാരണം ഈ എല്ലാം സിഗ്നൽ റോങ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പൊ സ്ട്രെസ് കൂടുമ്പോൾ നമ്മുടെ നല്ല ബാക്ടീരിയകൾ അങ്ങനെ ഓരോ സ്ഥലത്തും പ്രശ്നങ്ങളാണ്. ഇങ്ങനെ 100 പ്രശ്നങ്ങൾ നടന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഡെത്തിലേക്ക് പോകും. അങ്ങനെ സിവിയർ, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയോളൂ, മെഡിക്കൽ ഫീൽഡിലുള്ളവരോട് ചോദിച്ചു നോക്കിയോളൂ, സിവിയർ ഡിപ്രഷൻ വന്ന ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഡിപ്രഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുമ്പോൾ ഒരു സങ്കടം വന്ന് ഒരു ദിവസം നമ്മൾ കരയുന്ന അതല്ല ഡിപ്രഷൻ. അയ്യോ എനിക്ക് ഡിപ്രഷനാണ് നമ്മളെല്ലാവരും പറയും, ഈവൻ ഞാനും പറയാം. അതൊന്നും ഡിപ്രഷന്റെ സിഗ്നൽ അല്ല. റെഗുലർ ആയിട്ട്, അതായത് നമ്മളൊരു സൈക്യാട്രിസ്റ്റിനെ സൈക്കോളജിസ്റ്റിനെ കണ്ട് അവരെ ഡയഗ്നോസിസ് ചെയ്യണം നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടെന്നുള്ളത്. അതാണ് ഡിപ്രഷൻ. അതിന് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അത്രയും ഫോളോ ചെയ്ത് അത്രയും ഇതാണെങ്കിൽ അതാണ് ഡിപ്രഷൻ. അല്ലെ നമ്മൾ 2 ദിവസം കിടന്ന് കരഞ്ഞു, സങ്കടം വന്നു, അല്ലെങ്കിൽ നമുക്ക് ഒരാളോട് ദേഷ്യം വന്നു, നമുക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല, ചിലപ്പോൾ എനിക്ക് ഇന്നും നാളെ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, അത് ഡിപ്രഷൻ ഒന്നല്ല. നമ്മൾ പറയും ഓ എനിക്ക് ഡിപ്രഷനാ, അങ്ങനെ നമ്മളെല്ലാവരോടും പറയും, സുഹൃത്തുക്കളോട്. അങ്ങനെ ഞങ്ങളൊക്കെ കളിയാക്കി പറയും ഞാൻ RIP പോവാന്ന്, അതായത് നമ്മള് റിപ്പിൽ പോവാന്ന് പറയട്ടോ, നമ്മള് ചെത്ത് കിടക്കുവാന്ന് പറയാം, അങ്ങനെ ആ രീതിയിൽ. അപ്പൊ അതൊന്നും ഡിപ്രഷൻ അല്ല. അതൊക്കെ നമുക്ക് ചെറിയൊരു ആൻസൈറ്റി, ഒരു ഫിയർ, ഒരു സങ്കടം എന്നൊക്കെ പറയാനേ പറ്റുള്ളൂ. ഇതിന്റെയൊക്കെ എൻഡിലേക്ക്, ഡിപ്രഷനിലേക്ക് നമ്മൾ റിയൽ ആയിട്ട് പോയാൽ അതിന്റെ എൻഡ് ഡെത്ത്. നമുക്ക് അവരെ രക്ഷിക്കാൻ പറ്റത്തില്ല. ഒരു മെഡിക്കൽ ഫീൽഡിലും സിവിയർ ഡിപ്രഷനിൽ പോയ ഒരാളെ രക്ഷിക്കാൻ പറ്റത്തില്ല. ഒരു സ്റ്റേജുകളുണ്ട്. ആ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നമുക്ക് മെഡിക്കേഷനും കൊണ്ടും കൗൺസിലിംഗ് കൊണ്ടും നമുക്ക് തിരിച്ചു വരാം. അത് ഡിപ്രഷന്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം നമുക്ക് അതിൽ നിന്ന് റിക്കവർ ആയി പോരാനും ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്തായാലും മെഡിക്കൽ ഹെൽപ്പ് എടുക്കണം. സൈക്യാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യണം. ആ കൂടെ സപ്പോർട്ടീവ് സിസ്റ്റം ആയിട്ട് നമ്മൾ ഫ്രണ്ട്സും നമ്മൾ സ്വയം ചിന്തിച്ചും അങ്ങനെയൊക്കെ എടുക്കണം. ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ മെഡിക്കലി എന്തായാലും അവരെ കൺസൾട്ട് ചെയ്യണം. അതിലൊന്നും ഒരു മടി വിചാരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ്. അപ്പൊ പറഞ്ഞു വന്നത്, ഇങ്ങനത്തെ കൂറകളെ നമ്മൾ അടുപ്പിക്കുന്നതാണ്, അസൂയക്കാരായ ആളുകളെ നമ്മൾ അടുപ്പിക്കുന്ന, അല്ലെ നാർസിസ്റ്റ് ഉള്ളവരെ, നാർസിസ്റ്റ് ബിഹേവിയർ ഉള്ള ഫാമിലി മെമ്പേഴ്സിനെ നമ്മൾ അടുപ്പിച്ച ഒരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ ഡിപ്രഷൻ പോകുന്നില്ല, നമ്മൾ ഡെത്തായി പോകും. എന്തിനു നമുക്ക് കിട്ടിയ ഒരു ചെറിയ ലൈഫ് സന്തോഷമായിട്ട് നമ്മൾ ജീവിച്ച് നമ്മോടുള്ള കർമ്മങ്ങളും ചെയ്ത് നമ്മുടെ ചുറ്റും ഇഷ്ടംപോലെ സന്തോഷിക്കാനുള്ള അവസരങ്ങളുള്ളപ്പോൾ കണ്ട കൂറകൾക്ക് വേണ്ടി നമ്മൾ എന്തിനാ കളയണേ? ഈവൻ നമ്മുടെ പാരന്റ്സ് ആണെങ്കിൽ പോലും. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം കേട്ടോ. ഞാൻ അവളുടെ വോയിസ് ഒക്കെ നിങ്ങളെ കേൾപ്പിച്ചു തരാം. പാരന്റ്സിന്റെ ടോർച്ചറിങ് ഒരു കൊച്ചു പറയണേ, എത്ര പേര് അങ്ങനെ മെസ്സേജ് വിടുന്നത് എനിക്കറിയാം. നമ്മൾ മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് നാർസിസ്റ്റ് ആയിട്ടുള്ള പാരന്റ്സ് ഉണ്ട്. അവരെ ടോർച്ചർ നമുക്ക് പരിധിക്കുള്ളിൽ സഹിക്കാൻ പറ്റത്തില്ല. നമ്മൾ ചത്തുപോകും, ഡിപ്രഷൻ അടിച്ച്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. പാരന്റ്സ് അല്ലേ, നമ്മൾ ക്ലോസ് ആയിട്ട് നിൽക്കുന്നവർ നമ്മൾ ദ്രോഹിക്കുമ്പോൾ, നമ്മൾ ഹസ്ബൻഡ് നമ്മൾ ദ്രോഹിച്ചാൽ നമ്മൾ കൂടുതൽ തകർന്നു പോകും, മക്കൾ നമ്മൾ ദ്രോഹിച്ചാൽ നമ്മൾ കൂടുതൽ തകർന്നു പോകും, പാരന്റ്സ് ദ്രോഹിച്ചാൽ കൂടുതൽ തകർന്നു പോകും. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ട. അതിനെക്കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക. കട്ട് ഓഫ് ചെയ്യേണ്ടവരാണെങ്കിൽ കട്ട് ഓഫ് ചെയ്യുക. ഒരു ദാക്ഷിണ്യം വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ ബാക്കിയുള്ള ജീവിതം സന്തോഷമായിട്ട് ജീവിക്കുക. മാക്സിമം കരയെ കാല് പിടിക്കുക, നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ ചെയ്തിട്ടും പിന്നെ നമ്മളോട് ക്രൂരതയാണ്, നമ്മളെ വേദനിപ്പിക്കുക, ഏത് രീതിയിലാണെങ്കിലും കട്ട് ഓഫ്. അതേ ഉള്ളൂ. നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കുക സന്തോഷമായിട്ട്. ചുറ്റുപാട് സന്തോഷം നിറയും. അപ്പോൾ നിങ്ങൾക്കറിയാൻ, നിങ്ങൾ ഒത്തിരി പേര് ഇങ്ങനെ ഡിപ്രഷനിൽ, നമ്മുടെ ഫാമിലിയിലുള്ളവരെ നമ്മൾ ഒന്നാമത് ഡിറ്റാച്ച് ചെയ്യുക അവരുമായിട്ട്. അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകണ്ട. അവരെന്ത് തലകുത്തി മറിയുന്നോ അങ്ങനെ നമ്മൾ ആക്സസ് കൊടുക്കുക. നമ്മളെ പാര വെക്കാനും പോര് കുത്താനും നമ്മളെ വിളിച്ച് ചീത്ത പറയാനുള്ള ആക്സസ് കൊടുക്കാതിരിക്കുക. എന്നിട്ട് പതിയെ അവരെ ഡിറ്റാച്ച് ചെയ്ത്, നമ്മൾ മെന്റലി സ്ട്രോങ് ആവും ഡിറ്റാച്ച് ആവുമ്പോൾ. എന്നിട്ട് നമ്മൾ പതിയെ അവരെ കട്ട് ഓഫ് ചെയ്യുക, അവരവരെ വഴിക്ക് വിട്ടേക്കുക, നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കുക. അതാണ് നമ്മൾ ചെയ്യാനുള്ളത്. അങ്ങനെയുള്ള. അപ്പൊ ഈ കൊച്ചു ചോദിച്ചതിന്റെ ഉത്തരം അതാണ്. എങ്ങനെയാണ് ചേച്ചി സന്തോഷമായിട്ടിരിക്കാൻ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജീവിത അനുഭവങ്ങളിൽ നിന്ന്, എന്റെ ഈ 48-49 വയസ്സിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്നാണ് ഞാൻ പാഠം പഠിച്ചെടുത്തിട്ട് എനിക്കിപ്പോ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. ഞാൻ ഇങ്ങനെയാണ്. ഒത്തിരി അസൂയുള്ള സാധനങ്ങളെയും ഒത്തിരി നാർസിസം കാണിക്കുന്നങ്ങളെ എല്ലാം ഞാൻ കട്ട് ഓഫ് ആക്കി കളയും. കുറെ ആക്കി ക്ഷമിക്കും. അത് കഴിഞ്ഞ് പോയി പണി ആവട്ടെ, പോട്ടെ പുല്ലെന്ന് ഓർക്കും. അങ്ങനെ ഓർത്തിട്ട് ഞാൻ കട്ട് ഓഫ് ആക്കി കളയും. അപ്പൊ നമുക്ക് ആ ഭാഗം ക്ലിയർ ആവും. പിന്നെ ബാക്കിയുള്ള ഇതുപോലെ എന്തെങ്കിലും ഭാരം വെച്ച് വരുന്നവരെ അപ്പൊ നമുക്ക് നോക്കാം, ഡീൽ ചെയ്യാം. ആ രീതിയിലേക്ക് ജീവിക്കുമ്പോൾ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നിറച്ച് കളിയാടും.
നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ലിപ് ബാം, അതുപോലെ വെട്ടിവർ റൂട്ട് പൗഡർ, പിന്നെ മൈക്രോ ഫിലിമിന്റെ ഒരു ഇതാണ്. നമുക്ക് കബോർഡിലും ഫ്രിഡ്ജിലും ഒക്കെ മുറിച്ചിട്ട് വെക്കുകയാണെങ്കിൽ ഒത്തിരി നല്ല, പെട്ടെന്ന് റീവാഷ് ചെയ്ത് എടുക്കുകയും ചെയ്യാം. ചെളിയും പൊടിയൊന്നും ആവത്തുമില്ല. ഫ്രിഡ്ജിലൊക്കെ ഒത്തിരി നല്ലതാണ്. കബോർഡുകളിലൊക്കെ നമ്മൾ ഈ മസാലകളും അതൊക്കെ വെക്കുന്നതിന്റെ അടിയിലൊക്കെ നമുക്ക് മുറിച്ച് ഷീറ്റ് നീളത്തിൽ വിടാം. ഏത് രൂപത്തിൽ വേണം അങ്ങനെ മുറിച്ചെടുക്കാം. മൈക്രോ ഫൈബറിന്റെ ഫിലിമാണ് കഴിയെടുക്കാം. പിന്നെ അവരിതാ കുറേ ബ്രായാണ് മേടിച്ചേക്കുന്നത്. പാഡഡ് ബ്രായ് ഉണ്ട്, റൗണ്ട് ബ്രായ് ഉണ്ട്, അങ്ങനത്തെ 4 ബ്രായുമാണ് മേടിച്ചേക്കുന്നത്. അപ്പൊ ഇത് നമുക്കൊന്ന് പാക്ക് ചെയ്തെടുത്തു. ഇത് നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് 2 ഇതുപോലത്തെ പാഡഡ് ബ്രായ് ആണ് കേട്ടോ. അപ്പൊ അതും നമുക്ക് പാക്ക് ചെയ്യാം. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരുന്നത് പിങ്ക് ലിപ് ബാം, പിന്നെ സ്റ്റോണിന്റെ ഇതുപോലത്തെ മോതിരങ്ങൾ കേട്ടോ. ഇതിപ്പോ നമ്മൾ ഫീമെയിൽസ് എല്ലാവരും ഭയങ്കര ട്രെൻഡിങ് ആണ് ഇങ്ങനത്തെ മോതിരങ്ങൾ ഉപയോഗിക്കുന്നത്. ഇത് അകത്താം, കുറച്ച് അകത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് സൈസാണോ ആ സൈസിനായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. അപ്പൊ അത് സൈസ് പ്രശ്നം വരത്തില്ല. മെറൂൺ ആണ് അവർ ചോദിച്ചത്. മെറൂൺ എന്റെ ഓൾറെഡി സ്റ്റോക്ക് ഔട്ട് ആയി, ഒത്തിരി ഉണ്ടായിരുന്നു, എല്ലാം മേടിച്ചു. ഇപ്പൊ ഇത് പിങ്ക് കളർ ഞാൻ എനിവേ ഇത് അയക്കാണ്. അപ്പം നോക്കാം, അവർക്ക് വേണ്ടേ നമുക്ക് തിരിച്ചു മേടിക്കും, അങ്ങനെയൊക്കെ ചെയ്യാം എന്ന് ഓർക്കാണ്. പിന്നെ ഇതാ ആശാലേരി കരിഞ്ചീരകം എല്ലാവരും മേടിക്കുന്നുണ്ട്. ഇത് അലുമിനിയത്തിന്റെ വാഷ് ചെയ്യുന്ന സാധനം. ഇത് നമ്മുടെ കറിമഞ്ഞൾ. ഇത് പിന്നെ നമ്മുടെ സോപ്പ് ഡിഷ് ഇത് മേടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വേഗം പാക്ക് ചെയ്യാം. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന പ്ലെയിൻ ലിപ് ബാം ആണ് കേട്ടോ. ചുണ്ടിന്റെ കെയറിന് വേണ്ടിയിട്ട് പകലും രാത്രിയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഗീ ആണ് കേട്ടോ. ഇതും കൂടി ഞാൻ പാക്ക് ചെയ്തിട്ട് പിന്നെ ഞാൻ ഈ ടേബിൾ ഇപ്പൊ ഏകദേശം നിറഞ്ഞില്ലേ, അപ്പൊ ഇത് ഞാൻ ചാക്കിലേക്ക് മാറ്റിയിട്ട് പിന്നെ ബാക്കി കുറെ പാക്ക് ചെയ്തിട്ട് നമുക്ക് പിന്നെ എൻഡിൽ കാണാം കേട്ടോ. കാരണം ഹണി, അതുപോലെ കസ്തൂരി മഞ്ഞൾ, പിന്നെ വെട്ടിവർ റൂട്ട് പൗഡർ എന്ന് പറയുന്ന ഈ ഒരു സംഭവം. ഇതൊരു തരം റൂട്ട് ആണ്, നാച്ചുറൽ ആയിട്ടുള്ള റൂട്ട് പൗഡർ ആണ്. ഒത്തിരി നല്ല സ്മെല്ലും കാര്യങ്ങളും ഒക്കെയുള്ള കുറച്ചേ ഉള്ളൂ. അത് ഞാൻ ഫുള്ളായിട്ട് നിറച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു നുള്ളെടുക്കുക, അതിൽ ഇച്ചിരി വെള്ളം ചാരിക്കുക. എന്നിട്ട് നമ്മൾ ഡ്രസ്സിലോ കഴുത്തേലോ മേത്തോ എവിടെയാണെന്ന് തേച്ചാലും നല്ല സ്മെല്ലാണ്. കുട്ടികളുടെ ഡ്രസ്സിലോ നമ്മുടെ ഡ്രസ്സിലോ ഒക്കെ യൂസ് ചെയ്യാം. ഈ ന്യൂ ബോൺ ബേബീസിനൊക്കെ നല്ല നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. അതുപോലെ കബോർഡൊക്കെ തുറന്നു വെച്ചിട്ട് അതിൽ കുറച്ച് പൊടി ഇടുവോ, അല്ലെങ്കിൽ അത് ഇതൊന്ന് തുറന്നു നോക്കുക. കുപ്പിയാണ്, ചില്ലിന്റെ കുപ്പിയാണ്, സൂക്ഷിക്കണം. അങ്ങനെ അത് നിലത്ത് വേണം പൊട്ടും. അങ്ങനെ പൊട്ടിയിട്ടുണ്ട് എന്റെ. അങ്ങനെ നല്ല സ്മെല്ലായിരിക്കും നമ്മുടെ തുണിക്കും കാര്യങ്ങൾക്കും ഒക്കെ കേട്ടോ. അപ്പൊ അടിപൊളിയാണത്. ഒരു നാച്ചുറൽ ഒരു എന്താ സ്പ്രേയോ മറ്റേ ഇതൊന്നും ഉപയോഗിക്കാതെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡിവൈൻ സ്മെൽ എന്ന് പറയാം. അങ്ങനത്തെ ഒരു സ്മെല്ലും കാര്യങ്ങളാണ്. അപ്പൊ അത് ഞാൻ ബാക്കി ഇട്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാവരും മേടിക്കുന്നുണ്ട്. ഒത്തിരി നമുക്ക് സെയിൽ പോകുന്നുണ്ട്. അടിപൊളിയാ, നല്ല രസമുള്ള സാധനമാണ്. അടുത്ത നമ്മുടെ ഒരു കസ്റ്റമറെ കൂട്ടുകാരെ 1 കിലോ ഹണിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഹണിയെ കുറിച്ച് ഞാൻ പറയട്ടെ. ഹണി നല്ലതാണ്, നമ്മൾ കേട്ടിട്ടുണ്ട്. ഒത്തിരി നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടുമെന്നും ഒത്തിരി നല്ലതാണ്, വണ്ണം കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്നും ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നിറയെ വിറ്റാമിനും ധാതുക്കളും ഒക്കെ നിറഞ്ഞിട്ട് നമ്മുടെ തേനീച്ച പിന്നെ പൂമ്പൊടി ശേഖരിച്ച് പിന്നീട് അവരുടെ ശരീരത്തിൽ നിന്നുള്ള ഒത്തിരി രാസഘടകങ്ങളും എല്ലാം കൂടി ചേർന്നിട്ട് ലാസ്റ്റ് ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നതാണ് നമ്മുടെ ഹണി എന്ന് പറയുന്നത്. ഈ ഒരു പൂമ്പൊടിയിലെ തേൻ കൂടാതെ തന്നെ. അപ്പൊ ഇതിന് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്. ഓക്കെ, ഇതിന്റെ ഈ ഒരു ഹണി ശേഖരിച്ച് വെക്കുന്ന വി വാക്സിന്റെ അറയാണ് ശുദ്ധീകരിച്ചെടുത്തിട്ട് നമ്മൾ ബോഡി മോയ്സ്ചറായിട്ട് ഉണ്ടാക്കുന്ന. അത്ര നല്ലതാണ്. പിന്നെ റോയൽ ജെല്ലി കിട്ടുമെന്ന് കുറെ പേര് എന്നോട് ചോദിച്ചു. റോയൽ ജെല്ലി ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് ഭയങ്കര റേറ്റ് ആണ്. നമുക്കിവിടെ ഒരു ഹണി മ്യൂസിയം ഉണ്ട്. നിങ്ങൾ വയനാട് വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ വന്നത് നോക്കിക്കോളൂ. ഹണി മ്യൂസിയത്തിൽ റോയൽ ജെല്ലി വെച്ചിട്ടുണ്ട്. ഭയങ്കര റേറ്റ് ആണ്. ഭയങ്കര റിച്ച് ആയിട്ടുള്ളവരും ഈ സിനിമാ ഫീൽഡിലൊക്കെ ഉള്ളവർ അത് മേടിച്ചിട്ട് പോകുന്നുണ്ട്, കഴിക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് മേടിക്കാം, പക്ഷെ ഭയങ്കര റേറ്റ് ആണ്. പിന്നെ ഞാനത് വേണ്ടെന്ന് വെച്ചാൽ നമ്മളതൊന്നും മേടിച്ച് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കല്ലാതെ തന്നെ അത്ര പൈസ ഇല്ല ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ നമ്മൾ കുറെ കാലം കഴിക്കണ്ടേ, അങ്ങനെ അത് പിന്നെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഇതിൽ നിന്നൊക്കെ നമുക്ക് ആവശ്യമുള്ള വിറ്റാമിനും ധാതുക്കളും ഒക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. മില്ലറ്റ്സ്, സാധാരണ നല്ല ഒറിജിനൽ ഹണി, ഗീ ഒക്കെ കഴിക്കുന്നതിൽ കൂടി, വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നതിൽ കൂടി നമുക്ക് അതേ എഫക്ട് കിട്ടും. പക്ഷെ അപ്പൊ പറഞ്ഞു വന്നത്, ഹണി നമ്മൾ ഒരുപാട് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. ഇതിന് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. കാരണം ബേസിക്കലി ഇതൊക്കെ ഷുഗർ ആണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഷുഗർ, അതിലും ഷുഗർ ഉണ്ട്. നാച്ചുറൽ ഷുഗർ ആണെങ്കിലും അത് ഷുഗർ തന്നെയാണ്. എന്തൊക്കെ നമ്മുടെ ശരീരത്തിൽ എക്സ്ട്രാ വരുന്നു, കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും ഷുഗർ ആണെങ്കിലും ഒക്കെ വരുന്നു, അതപ്പോ എന്ത് ചെയ്യും, അത് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന ഒരു ഫോമിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ ശരീരം സൂക്ഷിച്ചു വെക്കും. അപ്പൊ ശരീരത്തിൽ ഒരു ദിവസം നമുക്ക് ആവശ്യമുള്ള ഒരു എനർജിക്ക് ആവശ്യമുള്ള ഒരു ഘടകങ്ങളുണ്ട്. അതിന്റെ അപ്പുറത്തോട്ട് വരുന്ന എല്ലാം സ്റ്റോർ ചെയ്യും. അങ്ങനെ എന്തൊക്കെ സാധനങ്ങളേക്കാൾ സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ കാർബോഹൈഡ്രേറ്റ് കഴിച്ചാലും ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെ കഴിച്ചാലും എക്സ്ട്രാ വരുന്ന സ്റ്റോർ ആയിട്ട് മാറുകയാണ്. അങ്ങനെ ഓവർ സ്റ്റോർ വരുന്നത് ഒട്ടും ഹെൽത്തിന് നല്ലതല്ല. ഒത്തിരി ട്രൈഗ്ലിസറൈഡ് നമ്മുടെ ശരീരത്തിൽ കൂടും, പിന്നെ ഒത്തിരി കൊളസ്ട്രോൾ കൂടും, അങ്ങനെ കുറെ ഫാറ്റ് അടിയും. അപ്പൊ അത് ഹാർട്ടിനെ ബാധിക്കും, ബാക്കിയുള്ള അവയവങ്ങളെ ബാധിക്കും, ലിവർ കിഡ്നിനെ ഒക്കെ ബാധിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പൊ
ഒരു പരിധി കൂടുതൽ നമ്മൾ കഴിക്കാനേ പാടില്ല. ഒരു ദിവസം 2 സ്പൂൺ ഹണി കഴിക്കാം, ഒരിക്കലും കഴിക്കാൻ പാടില്ല. നിങ്ങളൊരു 1/4 ടീസ്പൂൺ ഹണി ഒരു ദിവസം കഴിച്ചാൽ മതി, അല്ലെങ്കിൽ മാക്സിമം 1/2 ടീസ്പൂൺ അങ്ങനെ കഴിച്ചാൽ മതി. 1/4 ടീസ്പൂൺ എല്ലാ ദിവസം കഴിക്കണമെന്ന് പോലും ഇല്ല. അങ്ങനെ ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം ഒരു 1/2 ടീസ്പൂൺ ഹണി വെച്ചൊക്കെ കഴിച്ചാൽ മാത്രം മതി. അങ്ങനെ മതി. ഏത് പ്രൊഡക്റ്റും അങ്ങനെ തന്നെ. ഇപ്പൊ ഗീ ആണെങ്കിലും ഒത്തിരി വാരി പറക്കി തിന്നേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ കുറച്ച് മാത്രം ഫുഡിൽ ഉപയോഗിക്കുക, അങ്ങനെ കഴിച്ചാൽ മതി. അപ്പൊ നമ്മുടെ 1 കിലോ ഹണിയാണ് പുള്ളിക്കാരെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഇതൊന്ന് പാക്ക് ചെയ്യാം. കുറെ പേര് സംശയമാണ് ഹണി കട്ട പിടിക്കുന്നത്. ആക്ച്വലി ഹണി ക്രിസ്റ്റൽ ഫോമിലേക്ക് മാറും കേട്ടോ. നമുക്കിവിടെ വയനാട്ടിൽ ഒരു മ്യൂസിയം ഉണ്ട്, ഹണി മ്യൂസിയം, ഗവൺമെന്റ് സ്ഥാപനമാണ്. അപ്പൊ നമ്മൾ അവിടെ പോകും, ക്ലാസ്സിനൊക്കെ പോകാറുണ്ട്, ഇടയ്ക്ക് കാണാനും പോകാറുണ്ട്. അത് ടൂറിസ്റ്റ് പ്ലേസ് ആണ്, നിങ്ങൾ വരുമ്പോൾ വിസിറ്റ് ചെയ്തോളൂ. ഭയങ്കര റേറ്റ് ആണ് അവിടുത്തെ ഹണിയൊക്കെ. 12 ടൈപ്പ് ഹണിയൊക്കെ ഉണ്ട്, ഞാൻ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. സംഭവമൊക്കെ നല്ല ഹണിയൊക്കെ ഉണ്ട്, പക്ഷെ നല്ല റേറ്റ് ആണ്. നമുക്ക് ആ പൈസയ്ക്ക് നമുക്ക് താങ്ങാൻ പറ്റില്ല. എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ ചെലവ് മേടിക്കാറുണ്ട്. അവിടെ കുറെ റോയൽ വാക്സും എല്ലാ കാര്യങ്ങളും ഒക്കെ വിൽക്കുന്നുണ്ട്. ഒത്തിരി അല്ലാത്ത കുറെ നാച്ചുറൽ പ്രോഡക്റ്റുകളും ഒക്കെ ഉണ്ട്. അങ്ങനെയാണ്. 2 സ്ഥലമുണ്ട്, നമ്മുടെ മേപ്പാടി അടുത്ത്, വൈത്തിരി അടുത്ത് 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഹണി മ്യൂസിയം നല്ല രസമാണ് കാണാനും ഫോട്ടോസ് എടുക്കാനും ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും ഉണ്ട്. വയനാട് വരുമ്പോൾ നിങ്ങൾ ഹണി മ്യൂസിയം വിസിറ്റ് ചെയ്തോളൂ. നമ്മുടെ 5 കുട്ടിയൊക്കെ വരുമ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോകണം. അങ്ങനെയാണ്. അപ്പം ഞാനത് വീഡിയോ ഷൂട്ട് ചെയ്ത്, ഞാൻ ഈ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്, എന്നാലും ഷൂട്ട് ചെയ്തിടാം. അപ്പം പറഞ്ഞു വന്നത്, അവിടെ നമുക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് അവർ. അവിടുത്തെ പ്രോസസ്സ് മുഴുവൻ നമുക്ക് കാണാം. അപ്പൊ ക്രിസ്റ്റൽ ആവും ഹണി പ്യുവർ ഹണി ആണെങ്കിൽ ആക്ച്വലി ക്രിസ്റ്റൽ ആവും കുറെ കാലം കൊണ്ട്. പിന്നെ ഹണി ഇരിക്കുന്തോറും പഴകുന്തോറും അതിന് വീര്യം കൂടും, ഗുണം കൂടും എന്നാ പറയണേ. അപ്പൊ അതിനൊരു എക്സ്പയറി ഡേറ്റ് ഇല്ല. ഈ ഗീക്കും ഹണിക്കും ഒന്നും എക്സ്പയറി ഡേറ്റ് ഇല്ല. കറിമഞ്ഞളും ഒന്നും എക്സ്പയറി ഡേറ്റ് ഉള്ള സാധനമല്ല, കസ്തൂരി മഞ്ഞളും ഇല്ല. അതൊക്കെ ഇരിക്കുന്തോറും അതിനൊരു കുഴപ്പവും വരത്തില്ല. അങ്ങനെ അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരുന്ന പ്രൊഡക്റ്റുകൾ ഞാൻ കാണിച്ചു തരാം. ഇത് വാളംപുളിയാണ്, കുരു കളഞ്ഞ വാളംപുളി 1/2 കിലോയാണ്. നമ്മൾ ഈ അപ്പിപ്പുളി എന്ന് പറയും, അതായത് ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പുളി, അല്ലെങ്കിൽ വേറെ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന പുളി അവര് വെള്ളവും ഉപ്പും കൂടി ചേർത്തിട്ട് ചാവട്ടി കുഴയ്ക്കും. കാലം കൊണ്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഈ കച്ചവടക്കാരെ എടുക്കാൻ പോകുമ്പോൾ അവരെന്നോട് ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ അറപ്പാവുന്ന കയറി നിന്ന് 2-3 പേര് ചവിട്ടി കുഴയ്ക്കുമെന്ന്. വെള്ളം ഇങ്ങനെ ഒഴിക്കും, ഉപ്പ് ഇടും, എന്നിട്ട് കല്ലുപ്പിടും, എന്നിട്ട് ചാവട്ടി കുഴയ്ക്കും. അപ്പൊ കനം കൂടും, എന്നിട്ട് കുഴഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അതിന് അപ്പിപ്പുളി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ അപ്പിപ്പുളി മേടിച്ചിട്ട് ഓരോരുത്തർ കാലം കൊണ്ട് ചവിട്ടി കുഴച്ച പുളി എവിടെ കടയിൽ ഇരിക്കുന്നുണ്ടാവും. നിങ്ങൾ അങ്ങനത്തെ പുളി മേടിക്കരുതെന്ന് ഞാൻ പറയുന്നത്. അത് എങ്ങനെയാ, അത്രയും കുഴയത്തില്ല ആക്ച്വലി പുളി. നമുക്ക് പുളിമാരം ഉള്ളതല്ലേ, അപ്പൊ നമുക്കറിയാം. പുളി എപ്പോഴും പറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കുരുവും നാരും ഒക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞാൽ തൊണ്ടും മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി മെഴുക് പോലെ ഇങ്ങനെ മെഴുകിയിരിക്കും. പിന്നെ ചിലത് നല്ല ഡ്രൈ ആയിട്ടിരിക്കും. അങ്ങനെയാണ് ഇരിക്കുക, അല്ലാതെ അതിങ്ങനെ കുഴഞ്ഞ് അങ്ങനെ ഇരിക്കത്തില്ല ഒരിക്കലും ഒറിജിനൽ പുളിയാണെങ്കിൽ. ഇത് പുളി കളഞ്ഞ അങ്ങനെ ഒറിജിനൽ പുളിയാണ്. അപ്പൊ ഇത് വയനാടൻ പുളിയാണ്. അപ്പൊ ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിച്ചോളൂ. അത് 1/2 കിലോ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് പപ്പായ സോപ്പ് നമ്മളിവിടെ ഉണ്ടാക്കുന്നതാണ് അത്. പിന്നെ ഇത് നമ്മുടെ ബാത്ത് ബ്രഷ് നേരത്തെ. ഇതെന്ന് വെച്ചാൽ ഒരു സ്റ്റീലിന്റെ ഇങ്ങനെ പാത്രമൊക്കെ തേക്കാൻ പറ്റുന്ന അലുമിനിയം. ഇതിപ്പോ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളതായി അലുമിനിയത്തിന്റെ ഇങ്ങനെ തേക്കുന്ന ഒരു സാധനം. ഭയങ്കര പ്രയോജനം എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഓക്കെ, ഞാൻ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ്. പിന്നെ ഇത് കരിപ്പെട്ടി, ഔഷധ കോഫി, കുറെ ആയുർവേദ മരുന്നുകൾ ചേർത്തിട്ട് ഉണ്ടാക്കിയേക്കുന്ന. ഇത് നമ്മുടെ ബോഡി മോയ്സ്ചർ വിവാക്സിന്റെ, നമ്മൾ നേരത്തെ കിശ പറഞ്ഞ വിവാക്സിന്റെ ബോഡി മോയ്സ്ചർ കേട്ടോ. അടിപൊളിയാണ്. രാത്രി കിടക്കുമ്പോൾ മുഖത്ത്, കണ്ണിന്റെ താഴെയും മുഖത്ത് മുഴുവൻ ഞാൻ തേക്ക്. കണ്ണി പോണ്ട, ഇത് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് കിടക്കും. ചില ദിവസം ഞാൻ ബ്യൂട്ടി ഓയിലും തേച്ചിട്ട് കിടക്കും, പിറ്റേ ദിവസം രാവിലെ കഴുകിക്കളയും. അങ്ങനെയാണ്. അടിപൊളിയാണ്. മുഖം നല്ല എങ്ങായിട്ട് ചുളിവൊക്കെ പോയി അങ്ങനെ അടിപൊളിയായിട്ട് ഇരുന്നോളൂ. അങ്ങനെയാണ് വിവാക്സ്. പിന്നെ പകലൊക്കെ നമുക്ക് ബോഡിയിലൊക്കെ തേക്കാം. പകൽ നിങ്ങൾ ഡ്യൂട്ടിക്ക് പോകുന്നതിൽ മുഖത്ത് വെച്ച് നോർത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെയാണ് കേട്ടോ. അത് വെജിറ്റബിൾ ഗ്ലിസറിനും വിവാക്സും കോക്കനട്ട് ഓയിലും എസൻഷ്യൽ ഓയിലും ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അടിപൊളിയാണ്. കൂട്ടുകാരെ യൂസ് ചെയ്തോളൂ കേട്ടോ. സൂപ്പറാണ്. ഇത് നമ്മുടെ ഗീ, വയനാടൻ പശുക്കളുടെ പാലിൽ നിന്ന് എടുക്കുന്ന ഗീ ആണ്. നല്ല ഗീ ആണ്, നല്ല മണവും പിന്നെ രുചിയും ഗുണവും ഒക്കെയുള്ള ഗീ ആണ്. അപ്പൊ അങ്ങനെ ഗീ ഒക്കെ ഇങ്ങനെ ഉറച്ചിരിക്കണം. ഇങ്ങനെ എന്താ പറയാ, പിന്നെ ഇത് എന്താ വെളിച്ചെണ്ണ ആണെങ്കിലും ഗീ ആണെങ്കിലും ഉറച്ചിരുന്നാലേ അത് ഉറപ്പുള്ള ഗീ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഉറയ്ക്കും അത്. അങ്ങനെ വെളിച്ചെണ്ണ നമ്മൾ മേടിക്കുന്ന ഓയിൽ ശുദ്ധമാണെന്ന് അറിയാൻ 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഒരു പാലിന്റെ പാലിന്റെ കളർ ആവണം, അല്ലെങ്കിൽ നന്നായിട്ട് ഉറയ്ക്കണം. അത് മാത്രമാണ് ഒറിജിനൽ വെളിച്ചെണ്ണ ആവത്തുള്ളൂ. ഫ്രിഡ്ജിൽ വെച്ച് നോക്കണം. ഇല്ലാത്ത ചില വെളിച്ചെണ്ണ നമ്മൾ മേടിച്ച് നോക്ക്, കാലം വരെ ഉറക്കത്തില്ല. അങ്ങനെ ഇരിക്കും. ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും അങ്ങനെ വെള്ളം പോലെ ഇരിക്കും. അത് ഒരിക്കലും മേടിക്കരുത്, ഭയങ്കര അപകടമാണ്. ഈ പെട്രോളിയം ഒക്കെ ഉണ്ടാക്കുന്നതിന്റെ ബൈ പ്രൊഡക്റ്റുകൾ പോലും അത് ചേർക്കുന്ന പറയണേ. അപ്പൊ അത് മേടിക്കരുത്. അപ്പൊ ഇത് പാക്ക് ചെയ്തിട്ട് കേട്ടോ. അപ്പൊ വയനാടൻ പുളി, പിന്നെ കുടംപുളി ഉണ്ട്, നമുക്ക് വാളംപുളി ഉണ്ട്. അപ്പൊ അതൊക്കെ വേണ്ടവര്, നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം നമ്മൾ വയനാടല്ലേ അങ്ങനെ ശേഖരിക്കുന്ന അധിക പ്രൊഡക്റ്റുകൾ, പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന കുറച്ച് പ്രൊഡക്റ്റുകൾ അങ്ങനെയൊക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റുകൾ കിട്ടും, നല്ല സാധനം മേടിക്കാം. വില്ലേജ് ഒക്കെ നമ്മൾ വേറെ സംസ്ഥാനത്ത് നിന്നാണ് കൊണ്ടുവന്നെ. ഇത് ഞാൻ ഇവിടെ പാക്ക് ചെയ്യണേ.
അയ്യോ, ഈ സ്പാച്ചിലയും കൂടി ഇവരുടെയാണ്, വുഡിന്റെ സ്പാച്ചില. ഇത് കണ്ടോ, ഇളക്കാൻ പറ്റുന്ന തവിയില്ലേ, ഞാൻ ഇങ്ങനത്തെ യൂസ് ചെയ്യുന്നതായിട്ട് നല്ലതാ. മരത്തവി തവി യൂസ് ചെയ്യും, ഇങ്ങനത്തെയൊക്കെ തോരനൊക്കെ ഇളക്കാനും അടിപൊളിയാ. അങ്ങനെ അപ്പം ഇതും മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുറെ പേര് ഓർക്കും, അയ്യോ ചേച്ചിന്റെ അടുത്ത് ഇങ്ങനെ ചേച്ചി ഇപ്പൊ വീഡിയോയിൽ കുറെ സാധനങ്ങൾ കാണിക്കുന്നു, അപ്പം മോശക്കേടാവില്ലേ, കുറെ സാധനം ഇല്ലാത്തതുകൊണ്ട് മേടിക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഒരു ലിപ് ബാം മേടിക്കുന്നവരുണ്ട്, ഒരു ക്രാക്ക് ബാം മാത്രം മേടിക്കുന്നവരുണ്ട്. ഉപ്പൂറ്റി പൊട്ടാതെ ക്രാക്ക് ബാം ഉണ്ട് നമ്മുടെ അടുത്ത്, വിവാക്സിന്റെ ആണ്. ഇപ്പൊ ഞാൻ കുറെ നേരമല്ലേ ഷൂട്ട് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഓർക്കാം ഇനിയിപ്പോ ഞാൻ ഷൂട്ടിങ് നിർത്താം, എന്നിട്ട് വേഗം അപ്പൊ എനിക്ക് കുറച്ചും കൂടി സ്പീഡിൽ എല്ലാം പാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ പാക്ക് ചെയ്യാന്ന് ഓർക്കുവാണ്. ഇനി കുറേ ഉണ്ട് പാക്ക് ചെയ്യാൻ. ഇപ്പൊ തന്നെ എനിക്ക് സ്ട്രെസ് കയറി തുടങ്ങി. ഇപ്പൊ തന്നെ ഒരു 11:30 ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് പോസ്റ്റ് ഓഫീസിലും കൊടുത്തു വിടണം. അപ്പൊ 2 മണിക്ക് മുമ്പ് പോസ്റ്റ് ഓഫീസിലും കൊടുക്കണം. അപ്പൊ കുറെ ഉള്ളതുകൊണ്ട് എനിക്ക് സ്ട്രെസ് കയറി തുടങ്ങി. എനിക്ക് ഇച്ചിരി വെള്ളം എന്തെങ്കിലും കുടിക്കണം, ചൂടുവെള്ളം കുടിച്ചിട്ട് എന്നിട്ട് വേഗം പിന്നെ ബാക്കിയുള്ളത് വേഗം പാക്ക് ചെയ്തിട്ട് കൊടുത്തു വിടുകയും വേണം. അശ്വിന് വിടില്ല, പിന്നെ ബെനിച്ചന്റെ അടുത്ത് കൊടുത്തു വിടണം. പിന്നെ എനിക്ക് കുറേ പണികൾ ബാക്കിയുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ഇനി ഷൂട്ട് ചെയ്യുന്നില്ല. നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത ഒരു വീഡിയോയിൽ പറയാം. ഓരോരോ അനുഭവങ്ങളും കാര്യങ്ങളും ഒത്തിരി വിശേഷങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. കുറേ പേര് ഒരേ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ ഓർക്കും അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും പറയണം, പിന്നെ മറന്നു പോകും. കുറെ ഞാൻ നോട്ട് ചെയ്തിടും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഓരോ വിശേഷങ്ങൾ നമുക്ക് അങ്ങനെ പറയാം. അപ്പൊ ഇതൊക്കെയാണ് കൂട്ടുകാരെ. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ പ്രോഡക്റ്റ് വേണോ, എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയാൽ ഇപ്പൊ എന്തോ ഒരു പ്രോഡക്റ്റ് നമ്മുടെ അടുത്തുള്ള ഹെൽത്ത്, ബ്യൂട്ടി, ഡ്രസ്സ്, ആഭരണങ്ങള് എന്തൊക്കെ വേണം, ബാഗ് എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ പോരെ ഈവൻ ഷഡ്ഡി ബ്രാ വരെ ഉണ്ട്. അങ്ങനെ അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ മേടിച്ചോളൂ. ഈ പാൻറ്റീസ് ബ്രായൊക്കെ എന്തായാലും മേടിക്കണം കേട്ടോ. നമുക്ക് നമ്മുടെ ഒരു കോൺഫിഡൻസ് നമ്മൾക്ക് ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് ഇപ്പൊ ഭയങ്കര വിലയുള്ള ഡ്രസ്സ് ഇടണമെന്നൊന്നുമില്ല. നോർമൽ ഡ്രസ്സ് നല്ല ബോഡി ഷേപ്പിൽ അത്യാവശ്യം ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ റെഡിമെയ്ഡ് മേടിക്കുക. എന്നിട്ട് നമ്മൾ നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇടുന്നെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ഇപ്പൊ ഒത്തിരി ഹാങ് ആയിട്ടുള്ള ഒട്ടും ബ്രസ്റ്റ് സൈസ് ഇല്ലാത്തവർക്കൊക്കെ ഭയങ്കര സങ്കടമായിരിക്കും. എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, ഇത്രയും നാൾ മെഡിക്കൽ ഫീൽഡിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം, ഭയങ്കര സങ്കടമായിരിക്കും. ഏത് ലേഡിയാണെങ്കിലും ഇപ്പൊ നല്ലൊരു ബട്ടക്ക്, ഇപ്പൊ ഏത് ലേഡിയാണെങ്കിലും ആണെങ്കിലും അത്യാവശ്യം ബ്രസ്റ്റ് സൈസ്, ബട്ടക്ക്, ബോഡി ഷേപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക കോൺഫിഡൻസ്. ഇനിയിപ്പോ ഭയങ്കര സൗന്ദര്യമൊന്നും ഇപ്പൊ മുഖത്തിന് ഭയങ്കര സൗന്ദര്യമൊന്നും ഇല്ലെങ്കിൽ പോലും അവരുടെ ബോഡിയൊക്കെ കുറച്ച് ഇങ്ങനെ സൈസ്, ഷേപ്പ്, ഭംഗിയിലൊക്കെ ആണെങ്കിൽ അവർക്കൊരു എക്സ്ട്രാ ഒരു കോൺഫിഡൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അവരുടെ പെരുമാറ്റത്തിലോ ഇതിലോ ഒക്കെ ഒരു ഇത് ഉണ്ടാവും. അങ്ങനെ ഓവർ വയറൊന്നും ഇല്ലാത്തവർക്ക്, ഇച്ചിരി ഫിറ്റ് ആയിട്ടുള്ള ബോഡി ഉള്ളവർക്കൊക്കെ ഭയങ്കര കോൺഫിഡൻസ് അവരുടെ പെരുമാറ്റത്തിലും വർത്തമാനത്തിലും ഒക്കെ ഉണ്ടാവും. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അവർക്ക് ഇന്നൊരു ഇതുണ്ട്, ഓക്കെ എന്നാ 4 പേര് ശ്രദ്ധിക്കും, എനിക്കല്ല ഫിറ്റ് ബോഡി ഉണ്ട്, അങ്ങനെ കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ചിലർക്കൊന്നും അതിലേക്ക് എത്തിപ്പെടാൻ പറ്റിയെന്ന് വരത്തില്ല. ചിലപ്പോൾ നമ്മൾ 2-3 പിള്ളേരുള്ളവരായിരിക്കും. അപ്പൊ പലവട്ടം ബ്രസ്റ്റ് ഫീഡ് ഒക്കെ ചെയ്ത് ഹാങ് ആയി പോയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെയൊക്കെ എക്സസൈസ് ചെയ്ത് റെഡിയാക്കി എടുക്കുക, നല്ല ഫുഡ് കഴിക്കുക. പിന്നെ ഏറ്റവും എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള കുറച്ച് പുഷപ്പ് ബ്രായൊക്കെ ഇടുവാണെങ്കിൽ അതിൻ്റെതായ ഒരു ഭംഗിയും ഒക്കെ വരും. അപ്പൊ അതിൻ്റെതായ ഒരു കോൺഫിഡൻസ് നമുക്ക് വരുമല്ലോ. ഡ്രസ്സൊക്കെ ചെയ്യുമ്പോൾ ആ ഡ്രസ്സ് നല്ല ഭംഗിയായിട്ട് ഇരിക്കുമല്ലോ, അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ആവശ്യമുള്ള സാധനമൊക്കെ മേടിച്ചോളൂ. പിന്നെ വയറ് ഒത്തിരി പേരുടെ പ്രശ്നമാണ്. വയറ് ബേസിക്കലി നമ്മൾ എക്സസൈസ് ചെയ്യണം, എന്നാലാണ് അത് ബേസിക്കലി നമ്മൾ എക്സസൈസ് ചെയ്യണം, എന്നാലാണ് നമ്മുടെ ഫാറ്റ് കുറഞ്ഞ് വയറ് കുറഞ്ഞ് അങ്ങനെ വരുള്ളൂ. ഫിറ്റ് ആണ്, മസിൽ സ്ട്രെങ്ത് ആവണം. അങ്ങനെയാണ് വയറിന്റെ തന്നെ കുറെ എക്സസൈസുകളുടെ കാര്യങ്ങളുണ്ട്. പിന്നെ ഓവറോൾ നമ്മൾ കാർഡിയോയോ അല്ലെങ്കിൽ ഫിഗറോബിക് എക്സസൈസ് ഒക്കെ ചെയ്യണം. അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ ബോഡി ഫിറ്റായി വരും. അപ്പൊ വയറ് ഓട്ടോമാറ്റിക്കലി ഉള്ളിലേക്ക് വലിഞ്ഞ് സ്ട്രെങ്ത് ആകുമ്പോൾ, മസിൽ സ്ട്രെങ്ത് ആകുമ്പോൾ കുറയും. പിന്നെ ഫാറ്റ് അടിയുന്നതും കുറയും. യൂസ് ചെയ്യുവല്ലേ, എനർജി യൂസ് ചെയ്യുവല്ലേ നമ്മള് പിന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെ ബേസിക്കലി അതൊക്കെ ചെയ്യണം. പിന്നെ ഇപ്പൊ അത്യാവശ്യം ഇപ്പൊ നമുക്കിപ്പം ഇതൊക്കെ തുടങ്ങി ബോഡിയൊക്കെ ഫിറ്റ് ആവണേന് മുമ്പ് 2-3 മാസം എടുക്കും എന്തായാലും ബോഡി ഫിറ്റ് ആവാന്. അപ്പൊ അതിനു മുന്നേ തന്നെ നമുക്കൊന്ന് വൃത്തിക്ക് പുറത്തിറങ്ങണം. ഒരു പുറമേ പോകുമ്പോൾ, കല്യാണ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ പുറമേ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെയുള്ളപ്പോൾ നമുക്കിത് യൂസ് ചെയ്യുകയും ചെയ്യാം. ഞാൻ എനിക്കിപ്പോ വയറൊക്കെ ഞാൻ അത്യാവശ്യം എക്സസൈസ് ഒക്കെ ചെയ്ത് ഫിറ്റ് ആണെങ്കിൽ പോലും ഞാനിത് പുറമേ പോകുമ്പോൾ ഈ പാൻറ്റീസ് ഉപയോഗിക്കുന്നത്. കാരണം ഇത് കോട്ടൺ ആണ്, പ്ലസ് അത് വയറൊന്നുകൂടെ നല്ല ഒതുക്കി. അപ്പൊ നമുക്ക് ആലിലെ വയറുണ്ടെന്നൊക്കെ നമുക്കങ്ങ് തോന്നിപ്പിക്കാലോ. അങ്ങനെ അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ്. ഞാനാണെങ്കിൽ പുറമേ പോകുമ്പോൾ ഇത് കോട്ടന്റെ പാൻറ്റീസ് ആയതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ വയറിനൊരു എക്സ്ട്രാ ഒന്നുകൂടി ചവിട്ടി ഒതുക്കി ഇടുകയും ചെയ്യാം. അപ്പൊ ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയാണ്. അതുകൊണ്ട് പിന്നെ നിങ്ങളിത് ആവശ്യമുള്ളവരൊക്കെ മേടിച്ചോളൂ കേട്ടോ. അടിപൊളിയാണ്. അപ്പൊ അതുപോലെ ഓരോരോ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കസ്തൂരി മഞ്ഞൾ, ഫേസ് പാക്ക്, ലിപ്പാം, ലിപ്സ്റ്റിക്ക് എല്ലാം ഉണ്ട്. ലിപ്സ്റ്റിക് അല്ല, ലിപ്പാം, കളർ ലിപ്പാം ഒക്കെ ഉണ്ട് കൂട്ടുകാരെ. അപ്പൊ വന്നോളൂ, മേടിച്ചോളൂ, കണ്ടോളൂ, വിശേഷമൊക്കെ പറഞ്ഞോളൂ. അങ്ങനെ അപ്പൊ സന്തോഷമായി.
ആയിട്ട് അങ്ങനെ നമുക്ക് നല്ല കൂട്ടൊക്കെ കൂടി പിന്നെ ഒരു ഹായ് ബൈ ബന്ധത്തിൽ നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് പോസിറ്റീവ് മൈൻഡോടെ ഒന്ന് പോവാം. അപ്പൊ നിങ്ങൾ എന്തായാലും എന്റെ വാട്സപ്പിലേക്ക് ഒന്ന് മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. അപ്പൊ ശരി, ടാറ്റാ.